നാരായണ. हरि ओम. ओम अगजानन पद्मार्कं गजाननमहर्निशम् अनेकदं तं भक्तानां एकदन्तमुपास्महे. ओम श्री महागणपतये नमः. गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः. अस्मद्गुरुचरणारविन्दाभ्यां नमः. ज्ञानानन्दमयं देवं निर्मलस्फटिकाकृतिम् आधारं सर्वविद्यानां हयग्रीवमुपास्महे. ओम श्री हयग्रीवमूर्तये नमः. सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. ओम श्री महासरस्वत्यै नमः. उमाकोमलहस्ताब्जसंभावितललाडगं हिरण्यकुण्डलं वन्दे कुमारं पुष्करस्रजम्. ओम वेट्रिवेल मुरुगनुक्कु हरोहरा. भूतनाद सदानंद सर्वभूतदयापर रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः. स्वामिये शरणमय्यप्पा. कोमलं कुजयन् वेणुं श्यामलोऽयं कुमारगः वेदवेद्यं परं ब्रह्म बासदां पुरतो मम. सायंकाले वनान्दे कुसुमितसमये सैकते चन्द्रिकायां त्रैलोक्याकर्षणाङ्गं सुरवरगणिकामोहनाभङ्गमूर्तिं सेव्यं शृङ्गारभावैः नवरसभरितैः गोपकन्या सहस्रैः वन्देऽहं रासकेळीरतमतिसुभगं वश्यगोपालकृष्णम्. आनीलश्लक्ष्णकेशं ज्वलितमकरसल्कुण्डलं मन्दहासस्यन्दार्द्रं कौस्तुभश्रीपरिगतवनमारोरुहाराभिरामम् श्रीवत्साङ्गं सुबाहुं मृदुलसदुदरं काञ्चनच्छायचेलं चारुस्निग्धोरुमम्भोरुहललितपदं भावयेऽहं भवन्दम्. श्रीकृष्ण गोविन्द हरे मुरारे श्रीनाथ नारायण वासुदेव. श्रीकृष्ण गोविन्द हरे मुरारे श्रीनाथ नारायण वासुदेव. श्रीकृष्ण गोविन्द हरे मुरारे श्रीनाथ नारायण वासुदेव. सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द. मोक्षाब्धिसारमय भागवदाख्यदध्नो नारायणीय नवनीतमहो गृहीत्वा
മായാമയൗക പരിതപ്ത ജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യഭിജ തുളസിക ഗോപികാ ചന്ദനം തദ് സാളഗ്രാമാഭി പൂജ പരപുരുഷ തദൈകാദശീ നാമവർണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലി സമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണീയ പരമ്പര 55-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് പുതിയൊരു ദശകം, 19-ാം ദശകം. ശ്രീമദ് ഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധത്തിൽ 23-ാം അധ്യായം മുതൽക്ക് ഒരു കഥ പറയുന്നുണ്ട്. പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞൊരാളുടെ കഥ. ആ പ്രാചീന ബർഹിസിൻ്റെ മക്കളായി ജനിച്ചവരാണ് പ്രചേതസ്സുകൾ എന്ന് പറയുന്നതായിട്ടുള്ള 10 പേര്. ആ പ്രചേതസ്സുകളുടെ ചരിത്രമാണ്, അല്ലെങ്കിൽ അവരുടെ മഹത്വമാണ് ഇവിടെ മേൽപ്പത്തൂര് 19-ാമത്തെ ദശകത്തിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് ആദ്യം ആ ദശകം വായിച്ചിട്ട് പിന്നെ എന്തൊക്കെയാണ് മേൽപ്പത്തൂര് പറയുന്നത് നോക്കാം. ഭാഗവതത്തിൽ എന്തൊക്കെയുണ്ട് നോക്കാം. 19-ാം ദശകം, പ്രചേതസ്സുകളുടെ കഥ. ഓം. പൃദോസ്തു നപ്താ പൃഥുധർമ്മകർമ്മണഃ പ്രാചീന ബർഹിർ യുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസുതാൻ അജീജനത്വൽ കരുണാങ്കുരാനിവ പിതുസ്സി സൃക്ഷാ നിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാദശാഭിതേ
പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം. തദാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവൽ സേവകദർശനാദൃതഃ പ്രകാശമാസാദ്യ പുരഃ പ്രചേതസാം ഉപാദിശദ്ഭക്തതമസ്തവസ്തവം. സ്തവം ജബന്ധസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിശദായുതം സമാഹ ഭവൽ സുഖസ്വാദരസാദമീഷ്വിയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രദാ. തപോഭിരേഷാം അതിമാത്രവർത്തിഭിഃ സയജ്ഞഹിംസാ നിരതോപി പാവിതഃ പിതാപി തേഷാം ഗൃഹയാതനാരദ പ്രദർശിതാത്മാ ഭവദാത്മതാം യയൗ. കൃപാബലേനൈവ പുരഃ പ്രചേതസാം പ്രകാശമാഗാപദകേന്ദ്രവാഹനഃ വിരാജിചക്രാദിവരായുധാംശുഭിഃ ഭുജാഭിരഷ്ടാഭിരുതഞ്ചിദ്യുതിഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പ്രചേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യപരാദ്വരാനദാഃ ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗരുദ്രമുതിശ്ച കാമദാം. അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തൽക്ഷണച്ച മാം പ്രയാസ്യതേതി ന്യഗതോ മുദൈവതാൻ. തതശ്ച തേ ഭൂതലരോദിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിദാം ദ്രുമൈശ്ച ദദ്ദാം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. അവാപ്യ ദക്ഷം ച സുതം കൃതാദ്വരാഃ പ്രചേതസോ നാരദലബ്ധയാ ധിയാ. അവാപുരാനന്ദപദം തദാവിദഃ ത്വമീശ വാതാലയനാഥ പാഹി മാം. അവാപ്യ ദക്ഷം ച സുതം കൃതാദ്വരാഃ പ്രചേതസോ നാരദലബ്ധയാ ധിയാ. അവാപുരാനന്ദപദം തദാവിദഃ ത്വമീശ വാതാലയനാഥ പാഹി മാം. ത്വമീശ വാതാലയനാഥ പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ പൃഥുചരിതം കഴിഞ്ഞ് പിന്നീട് വരുന്ന ഒരു 7-8 അധ്യായങ്ങളോളം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു ചരിതമാണ് പ്രാചീന ബർഹിസിന്റെ ചരിതം. ആ പ്രാചീന ബർഹിസിന്റെ ചരിതത്തിൽ വരുന്നതാണ് പുരഞ്ജനോപാഖ്യാനം എന്ന് പറഞ്ഞൊരു ഉപാഖ്യാനമുണ്ട്. അതോടൊപ്പം തന്നെ പ്രാചീന ബർഹിസുകളുടെ പുത്രന്മാരായ പ്രചേതസ്സുകളുടെ കഥയും. അപ്പോൾ അതിൽ ആ പ്രചേതസ്സുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മേൽപ്പത്തൂര് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രാചീന ബർഹിസിനെ പ്രചേതസ്സുകളുടെ നിഴലിലാക്കി മക്കളുടെ പ്രശസ്തിയുടെ മുമ്പിൽ അച്ഛനെ ചെറുതാക്കി
അങ്ങനെയാണ് മേൽപ്പത്തൂർ അവതരിപ്പിച്ചത്. ഭാഗവതത്തില് പ്രാചീന ബർഹിസിനാണ് കഥയിലെ വിസ്താരം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിട്ടുള്ള പ്രചേതസ്സുകൾ അവരുടെ കഥ ചുരുക്കിയേ വർണ്ണിച്ചിട്ടുള്ളൂ. എങ്കിലും അവർ തന്നെയാണ് ശ്രേഷ്ഠന്മാർ, കേമന്മാർ. അത് പറയാതിരിക്കാനും ആവില്ല. പ്രചേതസ്സുകൾ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രകർഷേണ നല്ല ചേതസ്സുള്ളവർ. പ്രകർഷേണ എന്ന് പറഞ്ഞാൽ തന്നെ നല്ലത് തന്നെയാണ്. നല്ല ചേതസ്സുള്ളവർ പ്രചേതസ്സുകൾ എന്ന് പറഞ്ഞാൽ നല്ല ചിത്തമുള്ളവർ, ചിത്തശുദ്ധിയുള്ളവർ, ചിത്തത്തിൽ വാസനകളില്ലാത്തവർ, കർമ്മവാസനകൾ ഇല്ലാത്തവർ എന്ന് ഒരർത്ഥമാണ് പ്രചേതസ്സുകൾ എന്ന അവരുടെ പേരിൻ്റെ താല്പര്യം തന്നെ. അത് അവരുടെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അവരുടെ അച്ഛൻ വിപരീതമായിരുന്ന ഒരാളുടെ മക്കൾ വിപരീത സ്വഭാവത്തോടുകൂടി ഉണ്ടാവുന്നതാണ് കഥ. അപ്പൊ പൃഥുവിൻ്റെ ഇതവിടെ കഥ പറഞ്ഞു തുടങ്ങാം. നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം. ഒന്നാമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പ്രചേതസ്സുകളെ അവതരിപ്പിക്കുന്നത് പൃഥുവിനെ പറഞ്ഞുകൊണ്ട്, പൃഥുവിൻ്റെ എന്താ പറയുക, പ്രപൗത്രനായ പ്രാചീന ബർഹിസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരും പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിന് ഉണ്ടായ മക്കളാണ് പ്രചേതസ്സുകൾ എന്ന പേരുള്ള സുചേതസ്സുകൾ. അപ്പൊ മേൽപ്പത്തൂരും പ്രചേതസ്സിനെ സുചേതസ്സുകളാക്കി മാറ്റി. പ്രചേതസ് എന്ന് പറഞ്ഞാൽ സുചേതസ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ അങ്ങനെയാണ് അവതരണം. നോക്കാം. പൃഥോസ്തു നപ്താ പൃഥുധർമ്മ കർമ്മടഃ പ്രാചീന ബർഹിർയുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസ്സുതാൻ അജീജനത്വൽ കരുണാങ്കുരാനിവ. പൃഥോസ്തു നപ്താ പൃഥുധർമ്മ കർമ്മടഃ പ്രാചീന ബർഹിർയുവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസ്സുതാൻ അജീജനത്വൽ കരുണാങ്കുരാനിവ. മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കഥ പറയുന്നത്. അപ്പോ ഗുരുവായൂരപ്പനോട് മേൽപ്പത്തൂര് പറയാണ്, പൃഥോഹോതു നപ്ത പൃഥുധർമ്മ കർമ്മടഃ പ്രാചീന ബർഹിഹി. അപ്പൊ പ്രചേതസ്സുകളുടെ അച്ഛന്റെ പേര് പ്രാചീന ബർഹിഹി. ബർഹിസ് എന്ന് പറയാം. ആ വിസർഗം സ എന്നുള്ളത് ലോപിച്ച് വിസർഗമാവുന്നതാണ്. പറയുമ്പോൾ പ്രാചീന ബർഹിസ്. ഇപ്പൊ മനസ്സ് എന്നുള്ളത് സംസ്കൃതത്തിൽ എഴുതി വരുമ്പോൾ മനഹ എന്നേ ഉണ്ടാവുള്ളൂ. വബുസ് എന്നുള്ളത് എഴുതി വരുമ്പോൾ വബുഹു എന്ന് വിസർഗത്തിലേ ഉണ്ടാവുള്ളൂ. അതുപോലെ പ്രാചീന ബർഹിസ് എന്നുള്ള സകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. അത് വിസർഗമായി പ്രാചീന ബർഹിഹി എന്നായി മാറുന്നത്. അപ്പൊ പ്രാചീന ബർഹിഹി അദ്ദേഹം ആരാണ് എന്ന് ആദ്യം ചുരുക്കി പറയണം. പൃഥോസ്തു നപ്ത. പൃഥോഹോ നപ്താതു എന്നെടുക്കണം. പൃഥുവിന്റെ നപ്താവായ എന്നർത്ഥം. നപ്ത എന്നുള്ളത് പൗത്രന്റെ പുത്രൻ എന്നാണ്. പുത്രൻ, പൗത്രൻ, പൗത്രന്റെ പുത്രൻ നപ്താൻ. നപ്ത എന്ന ശബ്ദം നപ്തൃ ശബ്ദമാണ്. പിതൃ, മാതൃ, ദാതൃ അങ്ങനെയൊക്കെയുള്ള ഋകാരാന്ത പുല്ലിംഗ ശബ്ദം പോലെയുള്ള ഒരു ശബ്ദമാണ് നപ്തൃ ശബ്ദം. നപ്ത, നപ്താരൗ, നപ്താരഹ എന്ന രൂപം. നപ്ത എന്ന ഏകവചനം. നപ്ത എന്ന് പറഞ്ഞാൽ പ്രപൗത്രൻ, ഗ്രേറ്റ് ഗ്രാൻഡ് സൺ എന്നർത്ഥം. നോട്ട് ഡയറക്റ്റ് ഗ്രാൻഡ് സൺ, ഗ്രാൻഡ് സണ്ണിന്റെയും അടുത്ത തലമുറ, പൗത്രന്റെ അടുത്ത തലമുറ. അതിനെയാണ് നപ്ത എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. പൃഥോസ്തു നപ്ത. പൃഥുവിന്റെ നപ്താവാകട്ടെ പൃഥുധർമ്മ കർമ്മടഃ പ്രാചീന ബർഹിഹി. പൃഥുധർമ്മ കർമ്മടഃ
ഇവിടെ പൃഥു ശബ്ദത്തിന് ഇവിടുത്തെ പൃഥു ധർമ്മ എന്ന് പറഞ്ഞാൽ പൃഥു എന്നാൽ വലുത് എന്നാണ്, തടിച്ചത്, ബൃഹത്തായത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പൃഥു. അപ്പോ മറ്റത് ആദ്യത്തെ പൃഥു എന്ന നമ്മുടെ ചക്രവർത്തി കഴിഞ്ഞ ഇന്നലെ കഥ പറഞ്ഞ പൃഥു ചക്രവർത്തി, അദ്ദേഹത്തിന്റെ നപ്താവായിട്ടുള്ള പൃഥു ധർമ്മ കർമ്മട, വർദ്ധിച്ചതായിട്ടുള്ള ധർമ്മകർമ്മടൻ, ധർമ്മങ്ങളിലും കർമ്മങ്ങളിലും നിരതൻ എന്നർത്ഥം. എന്താ അവിടെ കർമ്മട ശബ്ദം? കർമ്മട ശബ്ദം എന്ന് പറഞ്ഞാല് കർമ്മങ്ങളിൽ മുഴുകിയവൻ, വളരെ ആക്റ്റീവായിരിക്കുന്ന ഒരാൾ. അതിനാണ് അദ്ദേഹത്തിന് പ്രാചീന ബർഹിഹി എന്ന പേരും. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രാചീന ബർഹി എന്ന പേരിട്ടിരിക്കുന്നത്? അദ്ദേഹം എപ്പോഴും കിഴക്കോട്ട് ദർഭ വിരിച്ച് യാഗയജ്ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നിരുന്നു. അങ്ങനെ ഈ പ്രാചീന ബർഹിസ് ഭൂമിയിൽ ദർഭ വിരിക്കാത്ത സ്ഥലം ഇല്ല. എല്ലാ ഭാഗത്തും ഭൂമിയിൽ മുഴുവൻ യാഗങ്ങൾ ചെയ്തിട്ട് എവിടെ നോക്കിയാലും ഇദ്ദേഹം വിരിച്ച ദർഭകള് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആളുകളിട്ട പേരാണ് അദ്ദേഹത്തിന്. എപ്പോ നോക്കിയാലും കിഴക്കോട്ട് ദർഭ വിരിച്ച് അതിൽ യജമാനനായി ഇരുന്നു കൊണ്ട് യാഗയജ്ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നവൻ. അപ്പൊ കിഴക്കോട്ട് ദർഭ വിരിച്ചവൻ, കിഴക്കോട്ട് ദർഭ വിരിച്ചവൻ, കിഴക്കോട്ട് ദർഭ വിരിച്ചവൻ എന്ന് അദ്ദേഹത്തിന് പേര് വന്നു. നമ്മളിപ്പോ ഓരോരുത്തർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അവരൊക്കെ പേരിടൂലോ, അല്ലെ? കള്ളന്മാർക്ക് കള്ളൻ എന്ന പേരിടുന്നത് നിരന്തരം കക്കാൻ പോകുന്നത് കൊണ്ടാണ്. അതുപോലെ ഓരോ ജോലിക്ക് പോകുന്നവർക്ക് അതാത് ജോലിക്ക് അനുസരിച്ച് ആശാരി, മൂശാരി, എന്താ പറയാ, മേസ്ത്രി, അങ്ങനെ ഓരോ പേരുകൾ ഇടുന്നത് പോലെ മൂപ്പർക്ക് നാട്ടുകാരിട്ട പേര് കിഴക്കോട്ട് ദർഭ വിരിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് പ്രാചീന ബർഹിസ്. പ്രാഗ്ദിക്ക്, പ്രാചീനം എന്നാൽ കിഴക്ക് എന്നാണ് അർത്ഥം. ബർഹിസ് എന്ന് പറഞ്ഞാൽ ദർഭ എന്നർത്ഥമാണ്. യാഗം എന്നും അർത്ഥമുണ്ട്, ദർഭ എന്നാണ് മുഖ്യ അർത്ഥം. അപ്പൊ പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് ദർഭ വിരിച്ചിരിക്കുന്ന ആള്. കിഴക്കോട്ട് ദർഭ വിരിച്ച് എപ്പോഴും വടക്കോട്ടും നോക്കി അല്ലെങ്കിൽ കിഴക്കോട്ടും നോക്കിയിരുന്ന് യാഗയജ്ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആള്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കർമ്മടൻ എന്നും മേൽപ്പത്തൂർ പറഞ്ഞത്, കർമ്മങ്ങളിൽ മുഴുകിയവൻ. അപ്പോ ഒരു പരിഹാസ ശബ്ദമാണ് ഈ കർമ്മടൻ എന്നും പ്രാചീന ബർഹിസ് എന്നൊക്കെ ഉള്ളത്. ഒരു മനുഷ്യൻ നമ്മുടെ സനാതന ധർമ്മപ്രകാരം ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിത ലക്ഷ്യം അവൻ നിശ്ചയിക്കണം. പുരുഷാർത്ഥ നിശ്ചയം എന്ന് പറയും. നമ്മുടെ ജീവിതത്തിന്റെ പ്രയോജനം എന്താണ്, ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ നിശ്ചയിക്കണം. എന്താണ് ലക്ഷ്യം? ആത്മജ്ഞാനം നേടി മുക്തരാവലാണ്. അതാണ് പരമപുരുഷാർത്ഥം. പരമപുരുഷാർത്ഥത്തെ എന്താണ് നമ്മുടെ മുഖ്യ ലക്ഷ്യമാക്കി വെക്കണം, മെയിൻ ഗോളാക്കി വെക്കണം. മോക്ഷമാണ് പരമമായിട്ടുള്ള ലക്ഷ്യം. ആ മോക്ഷത്തിനനുസരിച്ചായിരിക്കണം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ജീവിത രീതി. നമ്മൾ എവിടെ നിൽക്കണു, നമ്മുടെ വാസനകൾ എന്താണ്, നമ്മുടെ സ്വഭാവം എന്താണ്, ഇതിനൊക്കെ അനുസരിച്ച് നമ്മുടെ വഴി തിരഞ്ഞെടുക്കണം. നമ്മൾ ലക്ഷ്യം മോക്ഷമാണ്. ആ മോക്ഷത്തിന് പല വഴികള് നമ്മുടെ പൂർവികരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് 2 വഴിയാണ്, പ്രവൃത്തി, നിവൃത്തി. അതിൽ പ്രവൃത്തി ധർമ്മമാണ് ഗൃഹസ്ഥാശ്രമത്തിൽ വന്ന് യജ്ഞങ്ങളൊക്കെ ചെയ്ത് ഭോഗങ്ങളൊക്കെ അനുഭവിച്ച് വാസനകളെ ക്ഷയിപ്പിച്ച് ആശ്രമം ഗച്ഛേത്, ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമം, ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വാനപ്രസ്ഥം, വാനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസം, സന്യാസത്തിലൂടെ മോക്ഷം. അതാണ് പ്രവൃത്തി ധർമ്മം. 4 ആശ്രമങ്ങളും കടന്നുകൊണ്ടുള്ള ലക്ഷ്യപ്രാപ്തി. മറ്റത് നിവൃത്തി ധർമ്മം. നേരെ ബ്രഹ്മചര്യത്തിൽ നിന്ന് സനകാദികളെ പോലെ ഷോർട്ട് കട്ട് സന്യാസത്തിലേക്ക്. അവർക്ക് വേറെ പ്രവൃത്തികളൊന്നുമില്ല. സമൂഹത്തിനോടോ അല്ലെങ്കിൽ കുടുംബത്തോടോ അവർക്ക് വ്യക്തിപരമായിട്ടോ യാതൊരു ഡ്യൂട്ടീസും ഇല്ല. അവരുടെ ലക്ഷ്യം, ഒറ്റ ലക്ഷ്യമുള്ളൂ, പരമപുരുഷാർത്ഥം മാത്രം. അവർക്ക് അർത്ഥകാമങ്ങളിലൊന്നും താല്പര്യമില്ല. അർത്ഥകാമങ്ങൾ എന്ന് പറഞ്ഞാൽ, അർത്ഥമെന്നാൽ ധനം, അതുപോലെയുള്ള സ്ഥാനമാനങ്ങള്, സുഖഭോഗങ്ങള്,
അതൊക്കെ അർത്ഥങ്ങളും അതിൻ്റെ എലോബറേറ്റ് ആയിട്ടുള്ള വേർഷൻ കാമങ്ങളും. അതിൽ തന്നെ കൂടുതലായിട്ടുള്ള ലക്ഷറീസിനെയാണ് കാമങ്ങൾ എന്ന് പറയുന്ന ആഗ്രഹങ്ങൾ. അപ്പോൾ സുഖഭോഗങ്ങളും ജീവിത സെക്യൂരിറ്റിയെക്കുറിച്ചും ചിന്തയുള്ളവരാണ്, പല ആഗ്രഹങ്ങളുള്ളവർക്കാണ് പ്രവൃത്തി ധർമ്മം. ധർമ്മ അർത്ഥ കാമങ്ങളാകുന്ന 3 പുരുഷാർത്ഥങ്ങളെ നേടി അവസാന ലക്ഷ്യമായിട്ടുള്ള പരമപുരുഷാർത്ഥമായ മോക്ഷത്തിൽ എത്തിച്ചേരുക. അല്ലാതെ ധർമ്മ അർത്ഥകാമങ്ങളിൽ താല്പര്യമില്ലാത്ത നിവൃത്തി നിരതന്മാരായിട്ടുള്ള വൈരാഗികളായിരിക്കുന്ന, വിവേകികളായിരിക്കുന്ന, സമാധിഷട്ക സമ്പന്നരായിരിക്കുന്ന സനകാദികളെ പോലെയുള്ള യോഗ്യന്മാരായിട്ടുള്ള ആളുകൾക്ക് അർത്ഥകാമങ്ങൾ എന്ന പുരുഷാർത്ഥങ്ങൾ പ്രസക്തമല്ല. അവർക്ക് ധനവും സമ്പാദിക്കാനില്ല, അവർക്ക് ഭോഗങ്ങളും അനുഭവിക്കാനില്ല. അവരുടെ ധർമ്മവും അതുകൊണ്ട് തന്നെ ചുരുക്കമാണ്. അവർക്ക് ആകെ കൂടിയുള്ള ധർമ്മം സ്വാധ്യായം, തപസ് മുതലായിട്ടുള്ള നിവൃത്തി ധർമ്മമാണ്. ആത്മീയമായിട്ടുള്ള സാധനകൾ മാത്രമാണ് അവരുടെ ധർമ്മം. ബാക്കി ലൗകിക ഡ്യൂട്ടീസ് ഒന്നും അവർക്ക് ബാധകമല്ല. കാരണം അവർ ലൗകികങ്ങളായിട്ടുള്ള ഒരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കുന്നില്ല, ഒരു സെക്യൂരിറ്റിയും ആഗ്രഹിക്കുന്നില്ല, ഒരു ധനസമ്പാദനവും ആഗ്രഹിക്കുന്നില്ല, സുഖഭോഗങ്ങളും ആഗ്രഹിക്കുന്നില്ല. അവരുദ്ദേശിച്ചിരിക്കുന്നത് ഈ മനുഷ്യജന്മം മോക്ഷം എന്ന ലക്ഷ്യപ്രാപ്തിക്കുള്ളതാണ്. അത് കഴിയുന്നതും വേഗം അവിടേക്ക് എത്തിച്ചേരുക, വഴിയിലൊന്നും തങ്ങി നിൽക്കാതെ, അവിടെ ഇവിടെയൊന്നും ചുറ്റിക്കറങ്ങാതെ നേരെ വഴിക്ക് ആ മോക്ഷപ്രാപ്തി നേടുക. അതാണ് നിവൃത്തി ധർമ്മം. അപ്പൊ ഇങ്ങനെ 2 മാർഗമാണ് മുഖ്യം. ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നത് നമുക്കതാണ്. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനക ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ, ഈ ലോകത്തിൽ അസ്മിൻ ലോകേ ദ്വിവിധാ നിഷ്ഠ, ദ്വിപ്രകാരം മാർഗം. പരമപുരുഷാർത്ഥ പ്രാപ്തിക്കായിക്കൊണ്ട്, മനുഷ്യ ജീവിത ലക്ഷ്യപ്രാപ്തിക്കായിക്കൊണ്ട് 2 മാർഗങ്ങളാണുള്ളത്. ജ്ഞാനയോഗേന സാഖ്യാനാം, സാഖ്യന്മാരെന്ന് പറയുന്ന സന്യാസ തുല്യന്മാരായിരിക്കുന്ന ആളുകൾക്ക് ജ്ഞാനയോഗം, നിവൃത്തി മാർഗം. കർമ്മയോഗേന യോഗിനാം, യോഗിനാം കർമ്മയോഗം. യോഗികൾ എന്ന് പറയുന്നത് ഇവിടെ കർമ്മയോഗികളാണ്. കർമ്മയോഗികൾക്ക് കർമ്മയോഗവും പ്രവൃത്തി മാർഗവും എന്ന്. അപ്പൊ അങ്ങനെ 2 മാർഗങ്ങള് ഭഗവാൻ വേദങ്ങളിലും മറ്റ് ശാസ്ത്രങ്ങളിലും തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഭക്തിയോഗോ എന്നൊക്കെ ചോദിക്കും. ഭക്തിയോഗമൊക്കെ ഇതിന്റെ അവാന്തര ഭാഗമാണ്, ഇതിൽ പെട്ടതാണ്. അതിപ്പോ പ്രവൃത്തി മാർഗത്തിലുള്ളവർക്കും ഭക്തി വേണം, നിവൃത്തി മാർഗത്തിലുള്ളവർക്കും ഭക്തി വേണം. 2 കൂട്ടർക്കുള്ളതാണ് ഭക്തിയോഗം. അപ്പൊ ഹഠയോഗോ എന്ന് ചോദിച്ചാൽ അതും 2 കൂട്ടർക്കും ആവാം. ഹഠയോഗവും 2 കൂട്ടർക്കും ആവശ്യമാണ്. പ്രവൃത്തി മാർഗത്തിലുള്ളവർക്കും നിവൃത്തി മാർഗത്തിലുള്ളവർക്കും അഷ്ടാംഗ യോഗം, യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്നുള്ളതായിട്ടുള്ള ആ മാർഗവും അത് 2 കൂട്ടർക്കും ആവശ്യത്തിന് സ്വീകരിക്കാം. നിവൃത്തി നിരതന്മാരായിട്ടുള്ള ആളുകൾക്ക് അത് കൂടുതൽ ഇന്റൻസ് ആയിട്ട് സ്വീകരിക്കാം. പ്രവൃത്തി നിരതന്മാരായിട്ടുള്ള ആളുകൾക്ക് അതിനെ എന്താ പറയുക, ഒരു ബേസിക് ആയിട്ടുള്ള രീതിയിലെങ്കിലും സ്വീകരിക്കേണ്ടതാണ്. അപ്പൊ ഹഠയോഗവും ഭക്തിയോഗവും ഒക്കെ ഈ പ്രവൃത്തി നിവൃത്തി എന്നുള്ളതിന്റെ അവാന്തര സാധനകളാണ്. മുഖ്യമായിട്ട് 2 മാർഗമേ ഉള്ളൂ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. വൈദികം എന്ന് പറഞ്ഞാൽ എത്ര യോഗമുണ്ട് എന്ന് ചോദിച്ചാൽ ജ്ഞാനയോഗം അഥവാ സാഖ്യയോഗം, പിന്നെ കർമ്മയോഗം, 2 മാർഗങ്ങളേ ഉള്ളൂ. അത് ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രവൃത്തിയും നിവൃത്തിയും. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ, അതിൽ 2ലും ഭക്തി ആവശ്യമാണ്. അത് പ്രവൃത്തി മാർഗത്തിൽ ജീവിക്കുന്നവർക്കും അവരുടെ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോഴും അവർക്ക് ഈശ്വര ലക്ഷ്യബോധത്തോടുകൂടി ഇരിക്കാൻ ഭക്തി എന്നത് അവരുടെ കൂടെ ഉണ്ടാവണം. അതുപോലെ അവർക്ക് യമനിയമാദികളൊക്കെ അത്യാവശ്യം എല്ലാവർക്കും വേണ്ടതാണ്, എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ്. അത് മറ്റവർക്ക് നിവൃത്തി നിരതന്മാർക്ക് കുറച്ച് തീവ്രമായിട്ടും അനുഷ്ഠിക്കാം.
അപ്പൊ ആകെ രണ്ട് യോഗങ്ങളെ ഉള്ളൂ, രണ്ട് മാർഗങ്ങളെ ഉള്ളൂ, പ്രവൃത്തി, നിവൃത്തി. ഇത് ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത് ഇതേ ഉള്ളൂ. അത് നമ്മൾ ആദ്യം ഉറപ്പിക്കുക. ബാക്കിയുള്ള മാർഗങ്ങൾ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ പെട്ടത് തന്നെ, ഇതിന്റെ അവാന്തര ഭാഗങ്ങളാണ്. അപ്പൊ അങ്ങനെ നിവൃത്തി നിരതന്മാരായിട്ടുള്ളവർ നേരത്തെ തന്നെ അവർക്ക് യാഗങ്ങളും യജ്ഞങ്ങളും കർമ്മങ്ങളും ഒന്നുമില്ല. അവര് ഗുരുകുലത്തിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ നൈഷ്ഠിക ബ്രഹ്മചാരിമാരായി, പിന്നീട് വാനപ്രസ്ഥ സന്യാസിമാരായി, പരമഹംസ പരിവ്രാജകന്മാരായി അവരുടെ ജീവിതം നയിക്കുന്നു. ആത്മജ്ഞാനം നേടി അന്തർമുഖരായി, ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, ലോകത്തിനോട് കടപ്പാടൊന്നുമില്ലാതെ, ലൗകികന്മാരാവാതെ അവർ ലോകബാഹ്യന്മാരായി സ്വതന്ത്രരായി ചരിക്കുന്നു. അവർ മുക്തന്മാരാണ്, ജീവൻ മുക്തന്മാരാണ്. അവര് സമൂഹത്തിന് മാതൃകയല്ല ഒരിക്കലും. ആർക്ക്? ഗൃഹസ്ഥാശ്രമികൾ, സന്യാസിമാരുടെ ജീവിതം അപ്പൊ തൽക്കാലം ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ മാതൃകയാക്കാൻ പാടുള്ളതല്ല. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഗൃഹസ്ഥാശ്രമികളായിരിക്കുമ്പോൾ അതില് മുഖ്യമായിട്ടുള്ള ധർമ്മങ്ങൾ ഗൃഹസ്ഥ ധർമ്മങ്ങളാണ്. സന്യാസം ഭാവിയിലേക്കുള്ളതാണ് അവർക്ക്. അതിലേക്കുള്ള പ്രിപ്പറേറ്ററി ആയിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ, സാധനങ്ങൾ ആരംഭിക്കാം. പക്ഷേ മുഖ്യധർമ്മം മറക്കരുത്. വിവാഹം കഴിച്ചു, മക്കളെ ജനിപ്പിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കാനൊക്കെ ബാധ്യതയുണ്ട്. അവരെ ഒരുവിധം സെറ്റിലാക്കിയതിന് ശേഷമേ പിന്നെ സന്യാസ മാർഗത്തിലേക്ക് ഈ ഗൃഹസ്ഥന്മാര് തിരിയാൻ പാടുള്ളൂ. അവരുടെ കാര്യം പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അവർ സ്വന്തം കാലിൽ നിൽക്കാറാവണം, മക്കള് സ്വന്തം കാലിൽ നിൽക്കാറാവണം. ഭാര്യയെ മക്കള് വലുതായിട്ട് അവരെ ഏൽപ്പിച്ചും കൊടുക്കണം. അപ്പോഴേ ഇയാൾക്ക് സ്വസ്ഥതയുണ്ടാവുള്ളൂ എവിടെ പോയാലും. അപ്പൊ ഗൃഹസ്ഥരായിരിക്കുമ്പോൾ ഗൃഹസ്ഥധർമ്മമാണ് മുഖ്യധർമ്മം. ഭാവിയിലേക്കുള്ള പ്രിപ്പറേറ്ററി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉപവാസങ്ങൾ, വ്രതങ്ങൾ, തീർത്ഥാടനങ്ങൾ, അതുപോലെ തന്നെ ദിവസവും അവനവന്റെ മുഖ്യധർമ്മം കഴിച്ചിട്ടുള്ള മുമ്പും പിമ്പുമായിട്ടുള്ള സമയങ്ങളിൽ സന്ധ്യാവന്ദനാദികൾ, നാമജപാദികൾ, പുരാണപാരായണാദികൾ, സത്സംഗങ്ങൾ, ഇങ്ങനെയുള്ളതിലൊക്കെ ക്ഷേത്ര ദർശനങ്ങൾ, പൂജാവിധികൾ, ഇതിലൊക്കെ പങ്കെടുക്കാം. എങ്ങനെ? മെയിൻ ഡ്യൂട്ടി അവനവന്റെ ഉപജീവന മാർഗം അത് നോക്കിക്കഴിഞ്ഞിട്ട് അതിന് വേണ്ടതൊക്കെ സെറ്റിലാക്കിയിട്ട് ഭാര്യയും മക്കൾക്കും കുടുംബത്തിനും ചെലവിന് കൊടുക്കാനുള്ളത്, ഉണ്ടാക്കാനുള്ള വഴി അത് അടഞ്ഞു പോകാതെ അത് നോക്കണം. അതിന് വേണ്ട പ്രയോറിറ്റി കൊടുക്കണം. അതില് ഒരിക്കലും അറ്റമില്ലാതെ ആർത്തി വർദ്ധിപ്പിക്കണമെന്ന് അർത്ഥമില്ല. എത്ര ഉണ്ടാക്കിയാലും മതിയാവില്ല. എത്ര സമ്പാദിച്ചാലും മതിയാവില്ല. അത് അറ്റമൊന്നുമില്ല. അത് ലോകം മുഴുവൻ പിടിച്ചടക്കിയാലും മതിയാവാനൊന്നും പോലില്ല. അപ്പൊ അതിനൊക്കെ ഒരു പരിമിതി വെക്കുക. കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തരാക്കുക. അവരുടെ ഉപജീവന മാർഗം, അവരുടെ എന്താ പറയുക, ജീവിത ലക്ഷ്യം നേടാൻ അവരെ പ്രാപ്തരാക്കുക. അവർക്ക് ഉപജീവന മാർഗവും പറഞ്ഞു കൊടുക്കുക, അവരുടെ ജീവിത ലക്ഷ്യവും കാണിച്ചു കൊടുക്കുക. എവിടേക്കാണ് പോണ്ടത്, ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്, ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, ഇപ്പൊ നിൽക്കുന്നിടത്തുനിന്ന് ലക്ഷ്യത്തിലേക്ക് എത്താനായിക്കൊണ്ടുള്ള മാർഗത്തിൽ എന്തൊക്കെ അനുഷ്ഠിക്കാനുണ്ട്, ഈ ഉത്തരവാദിത്വം ഉള്ളവരാക്കി മക്കളെ സ്വന്തം കാലിൽ നിൽക്കാനാക്കി വളർത്തിയെടുക്കുക. അല്ലാതെ എത്ര സമ്പാദിച്ചാലും മതിയാവാനൊന്നും പോകുന്നില്ല. അതിങ്ങനെ നീണ്ടു നീണ്ടു പോകും. 10 കെട്ടുകൾ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും. അപ്പൊ മിനിമം ആവശ്യമായിട്ടുള്ളത്, ധർമ്മം നടത്താൻ ആവശ്യമായിട്ടുള്ളത്, അവനവന്റെ ആഗ്രഹങ്ങൾ അത്യാവശ്യം പൂർത്തീകരിക്കാനുള്ളത്, അത്യാവശ്യമായിട്ട് ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതുപോലെ ദാനധർമാദികൾ ചെയ്യാനായിക്കൊണ്ട് അതിനൊക്കെ വേണ്ടി സമ്പാദിക്കാം. അപ്പൊ അതിന്റെ ഇടയ്ക്കും മറക്കരുത് ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രിപ്പറേഷൻ ഈ ഗൃഹസ്ഥാശ്രമത്തിൽ തുടങ്ങാം. മെന്റലി പ്രിപ്പയർഡ് ആവണം. അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തില് എടുത്തു ചാടാൻ പറ്റില്ല. അപ്പൊ ഗൃഹസ്ഥ ആശ്രമം എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്.
ഗൃഹസ്ഥ ആശ്രമം. ആശ്രമം എന്ന് പറഞ്ഞാൽ ആസമന്താത് ശ്രമം, ലക്ഷ്യത്തിലേക്കുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കണം എന്നാണ് അർത്ഥം. ബ്രഹ്മചര്യത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ലക്ഷ്യം നിശ്ചയിച്ച് ആ ലക്ഷ്യത്തിലേക്കുള്ള ശ്രമം തുടങ്ങണം. ഗൃഹസ്ഥാശ്രമത്തിൽ ശ്രമം തുടരണം. വാനപ്രസ്ഥത്തിൽ ശ്രമം ഒന്നുകൂടെ തീവ്രമാക്കണം. ഇപ്പൊ വലിയ എന്താ പറയുക, കായിക മത്സരങ്ങളിൽ, ഒളിമ്പിക്സ് പോലെയുള്ള മത്സരങ്ങളിൽ 10,000 കിലോമീറ്റർ ഓട്ടം, 10 കിലോമീറ്റർ ഓട്ടം അല്ലെങ്കിൽ 5 കിലോമീറ്റർ ഓട്ടം, 10,000 കിലോമീറ്റർ ഓട്ടമല്ല, അല്ലെങ്കിൽ 10,000 മീറ്റർ, 15,000 മീറ്റർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ 10 കിലോമീറ്റർ മുതലായിട്ടുള്ള ഓട്ടങ്ങളുണ്ട്. അപ്പൊ അതിൽ ആദ്യമേ വളരെ വേഗത്തിൽ ഓടിയാൽ ലക്ഷ്യത്തിൽ എത്തലുണ്ടാവില്ല, അല്ലെ? സ്പ്രിന്റ് പോലെയല്ല, 100 മീറ്റർ ഓടുന്നത് പോലെയല്ല. 100 മീറ്റർ ഓടുന്നവര് എന്താ പറയുക, ഇവരെ പോലെ, സനകാദികളെ പോലെ ഒറ്റ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തുന്നവരാണ്. 10,000 മീറ്റർ ഓടുക എന്ന് പറഞ്ഞാൽ ആദ്യമേ സ്പ്രിന്റ് പോലെ ഓടാൻ പാടില്ല, കുതിച്ചോടാൻ പാടില്ല. വളരെ പതുക്കെ വാമപ്പ് ചെയ്ത് തുടങ്ങി പതുക്കെ സ്പീഡ് കൂട്ടി ലക്ഷ്യത്തിനടുത്ത് എത്താറാവുമ്പോഴാണ് അവസാനത്തെ 2-3 ലാപ്പുകൾ തീവ്രമായിട്ടുള്ള സ്പീഡിൽ ഓടി തന്റെ മുമ്പിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഓവർടേക്ക് ചെയ്യാനുള്ള സ്പീഡൊക്കെ അപ്പോഴാണ് എടുക്കുക, അല്ലെ? എന്നിട്ട് അവസാനം ഒരു കുതിപ്പ്, വേൾഡ് റെക്കോർഡ് ഭേദിക്കണമെങ്കിൽ അതിനൊരു കുതിപ്പ്, തനിക്ക് സ്റ്റാമിന ഉണ്ടെങ്കിൽ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കുതിപ്പ്. അപ്പൊ അതുപോലെയാണ് ഗൃഹസ്ഥാശ്രമം, ഒരു മാരത്തോൺ ഓട്ടം പോലെയാണ്. ആദ്യം പതുക്കെ ഓടി പ്രിപ്പയർ ചെയ്ത് അവനവനെ നല്ല പക്വമാക്കി കൊണ്ടുവന്ന് അവസാനം ഒരു കുതിപ്പ്. മറ്റവര് നിവൃത്തി നിരതന്മാര് സ്പ്രിന്റ് ഓടുന്നത് പോലെയാണ്. 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ, 800 മീറ്റർ, 1500 മീറ്റർ ഒക്കെ ഓടുന്നവർക്ക് തുടക്കത്തിലേ വേഗത്തിൽ ഓടാം, കുറച്ചേ ഉള്ളൂ ഓടാനേ, പെട്ടെന്ന് ക്ഷീണിക്കില്ലല്ലോ, അത്രയല്ലേ ഓടാനുള്ളൂ. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഉള്ളില് ധാരണ വേണം. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഗൃഹസ്ഥാശ്രമിയാണ്, എൻ്റെ മുഖ്യധർമ്മം ഗൃഹസ്ഥാശ്രമ ധർമ്മമാണ്, എൻ്റെ കർത്തവ്യങ്ങൾ, എൻ്റെ കടമകൾ, എൻ്റെ ഡ്യൂട്ടീസ് ഇന്നവരോടൊക്കെ ഉണ്ട്. അതെല്ലാം കഴിച്ച് അവരെയൊക്കെ ഒരുവിധം അവരുടെ വഴിയിൽ സെറ്റിലാക്കിയിട്ട് പിന്നെയേ എനിക്ക് എൻ്റെ ഭാരം ഒഴിയുന്നുള്ളൂ, ഞാൻ സ്വതന്ത്രനാവുന്നുള്ളൂ. എനിക്ക് തോന്നിയതുപോലെ സന്യാസ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ സമയം ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്കായിക്കൊണ്ട് വിനിയോഗിക്കാൻ അപ്പോഴേ എനിക്ക് സ്വാതന്ത്ര്യമുള്ളൂ, അല്ലെങ്കിൽ ഇവരെന്റെ പുറകെ വരും എന്ന് ബോധ്യം വേണമെന്ന് പറയാം. രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പൊ ഗൃഹസ്ഥാശ്രമിയാണെന്നുള്ള ബോധത്തിലും സന്യാസിയാണെന്നുള്ള ബോധത്തിലും. സന്യാസി തിരിച്ചുമാവാൻ പാടില്ല. സന്യാസിക്ക് സന്യാസധർമ്മമാണ് മുഖ്യധർമ്മം. അപ്പൊ ഇത് വളരെ ക്ലിയർ കട്ടായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങള് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ കഥാനായകൻ പ്രാചീന ബർഹിസ് എങ്ങനെയെച്ചാൽ അദ്ദേഹത്തിന് ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധമൊന്നുമില്ല. അദ്ദേഹം വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ജീവിത അവസാനം വരെ കർമ്മങ്ങൾ ചെയ്ത് പുണ്യം സമ്പാദിച്ച് സ്വർഗത്തിൽ പോയി എറ്റേണലായിട്ട് ഇങ്ങനെ സുഖിക്കാമെന്നാണ്. ലോകത്തിലിരിക്കുമ്പോൾ കുറെ സമ്പാദിച്ചു കൂട്ടി, ഡെപ്പോസിറ്റുകളും ഭൂമിയും സ്വത്തൊക്കെ സമ്പാദിച്ചു കൂട്ടിയിട്ട്, അല്ലെ, ഇൻഷുറൻസും ഷെയറുകളും ഒക്കെ കൂടി നല്ലോണം ഭാവി ജീവിതം 60 വയസ്സിന് ശേഷം സുരക്ഷിതമാക്കുന്നത് പോലെ, എന്നിട്ട് 60 വയസ്സിന് ശേഷം വിശ്രമ ജീവിതം സുഖമായിട്ട് നയിക്കാൻ എല്ലാ ഡെപ്പോസിറ്റിൽ നിന്നും വരുന്ന ഇൻട്രസ്റ്റ് കൊണ്ടും ഷെയറുകളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഡിവിഡൻഡുകൾ കൊണ്ടും മറ്റ് പല വിധത്തിലുള്ളതായിട്ടുള്ള ലാഭവിഹിതങ്ങൾ കൊണ്ടും സുഖമായി കഴിഞ്ഞുകൂടുന്നത് പോലെ ഇവിടുന്ന് പോയാൽ പരലോകത്ത് നമ്മുടെ പുണ്യം എന്ന ഡെപ്പോസിറ്റ് കൊണ്ട് വളരെ സുഖമായിട്ട് പെർമനന്റ് ആയിട്ട് കഴിയാം എന്ന് കരുതിയിരുന്ന ആളായിരുന്നു പ്രാചീന ബർഹിസ്. അതുകൊണ്ട് അദ്ദേഹം ജീവിത അവസാനം വരെ കർമ്മങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ആളായിരുന്നു. അതാണ് അദ്ദേഹത്തിന് പരിഹാസമായിട്ട് കർമ്മടനെന്നും
പ്രാചീന ബർഹിസ് എന്നുമൊക്കെ ഇവിടെ വിളിച്ചത്. അപ്പൊ അദ്ദേഹത്തെ ഉപദേശിക്കാനായിക്കൊണ്ട് നമ്മുടെ നാരദ മഹർഷി പല സന്ദർഭങ്ങളിലും ചെല്ലും. ഇതല്ല മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം, ഇവിടുന്ന് പുറത്തേക്ക് കടക്കണം, ഈ കർമ്മടനായി തന്നെ ഇരുന്നു കൂടാ. വേദങ്ങളിൽ ചില മന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് കർമ്മകാണ്ഡ ഭാഗത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനായിക്കൊണ്ട്. യാവജ്ജീവേ അഗ്നിഹോത്രം ജുഹുയാത്, ജീവിച്ചിരിക്കുന്നത് വരെ അഗ്നിഹോത്രാദികൾ ഹോമിക്കണം എന്നൊക്കെയുള്ള മന്ത്രങ്ങളുണ്ട്. അത് ആരോടാണ്? കുട്ടികളോടാണ്, ചെറുപ്പക്കാരോടാണ്. കർമ്മത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതാണത്. നിങ്ങൾ മനുഷ്യരായിട്ട് ജനിച്ചിട്ടുണ്ടോ, ജീവിക്കുന്നുണ്ടോ, സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ അഗ്നിഹോത്രാദികളെ മുടക്കരുത് എന്ന് പറയുന്ന മന്ത്രങ്ങളാണത്. അതിന്റെ താല്പര്യം അറിയാതെ ജീവിത അവസാനം വരെ 90 100 വയസ്സായാലും പിന്നെയും അഗ്നിഹോത്രിയായി കഴിയണം എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അപ്പൊ പിന്നെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാനപ്രസ്ഥം, സന്യാസം മുതലായ ആശ്രമങ്ങളുടെ പ്രസക്തി ഇല്ലാതായിപ്പോ. അതില്ലാതായതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള കർമ്മടന്മാരെ കൊണ്ട് ജീവിത അവസാനം വരെ കർമ്മം ചെയ്യുകയും സമ്പാദിക്കുകയും ജീവിത ലക്ഷ്യമായ മോക്ഷത്തിനുള്ള പ്രയത്നങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന 70ാം വിവാഹ വാർഷികവും 80ാം വിവാഹ വാർഷികവും ആഘോഷിച്ചുകൊണ്ട് ഗൃഹത്തിൽ തന്നെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വാനപ്രസ്ഥം ചിന്തിക്കാൻ സാധിക്കുന്നില്ല, സന്യാസം ചിന്തിക്കാനേ സാധിക്കില്ല. അവരിപ്പോഴും ഭാര്യയും ഭർത്താവുമായിട്ട് സുഖഭോഗങ്ങൾ, മക്കള്, പേരക്കുട്ടികളുടെ കുട്ടികള്, അവരുടെ കൂടെ സിനിമ, സീരിയലുകള്, പാർട്ടികള്, വിവാഹം, 28, ഓണം, വിഷു, തിരുവാതിര എന്നൊക്കെ പറഞ്ഞ് ആഘോഷമായിട്ട് ഇങ്ങനെ കഴിയുകയാണ്. അവർക്ക് ജീവിത ലക്ഷ്യം എന്താന്ന് അറിയില്ല. അപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് യാദൃച്ഛികമായി ഓരോരുത്തർ കൊഴിഞ്ഞു വീണു പോകുന്നത്. അപ്പൊ ഇരുന്ന് കരച്ചിലും ബഹളവും നിലവിളിയും ഡിപ്രഷനും ഒക്കെ തുടങ്ങും. അപ്പൊ എന്താണ് ലോക സ്വഭാവം, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം, ഇതിനെക്കുറിച്ചൊന്നും ഒരു നിശ്ചയമില്ലാത്ത ആളുകൾ, മൂഢജനങ്ങള്, പ്രാകൃത ജനങ്ങള്, സംസാരികള്, ആ കൂട്ടത്തിൽ പെടും നമ്മുടെ പ്രാചീന ബർഹിസ്. എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ അദ്ദേഹത്തെ തിരുത്താനായിക്കൊണ്ട് നമ്മുടെ നാരദൻ പല പ്രാവശ്യം വന്നു ഉപദേശിക്കാൻ നോക്കി. പക്ഷെ ബിസി ആയിരുന്നു. പ്രാചീന ബർഹിസ് എപ്പോഴും കർമ്മങ്ങളിൽ മുഴുകിയിരുന്നു. നാരദനെ ശ്രദ്ധിച്ചതേ ഇല്ല അദ്ദേഹം. നാരദനെ ബഹുമാനിക്കുകയോ അദ്ദേഹത്തിന് പറയാനുള്ളത് വല്ലതും കേൾക്കുകയോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് ശതദ്രുതി എന്നതോടെ പറഞ്ഞു. പ്രാചീന ബർഹിർ യുവതൗ ശതദ്രുതൗ, യുവതൗ ശതദ്രുതൗ, ശതദ്രുതി എന്ന യുവതിയിൽ പ്രചേതസോ നാമ സുചേതസുതാൻ അജീജന കരുണാങ്കുരാനിവ. അഗ്നിഹോത്രി എന്നുള്ളതൊരു സമുദായമൊന്നുമല്ല. അഗ്നിഹോത്രം നിരന്തരം ചെയ്യുന്ന ആളുകൾ ആരാണെങ്കിലും അവർ അഗ്നിഹോത്രികളാണ്. അഗ്നിഹോത്രം ജീവിതചര്യയിൽ മുഖ്യമായിട്ട് കൊണ്ടു നടക്കുന്നവർ, അത് ആർക്കുമാവാം, അവരൊക്കെ അഗ്നിഹോത്രികളാണ്. അഗ്നിയിൽ ഹോമിക്കുന്നവൻ എന്നാണ് അഗ്നിഹോത്രി. അഗ്നിയിൽ ആരൊക്കെ ഹോമിക്കുന്നുവോ അവരൊക്കെ അഗ്നിഹോത്രികളാണ്. അതൊരു റെഗുലർ ബേസിൽ സ്റ്റഡി ആയിട്ട് ജീവിതചര്യയായി കൊണ്ടു നടക്കുന്നവർ അഗ്നിഹോത്രി. അതൊരു ജാതി പേരോ ഒരു സമുദായത്തിന്റെ പേരോ ഒന്നുമല്ല. നമ്മുടെ എന്താ പറയുക, വടക്കേ ഇന്ത്യയില് ബംഗാളിലൊക്കെ ചതുർവേദി, ദ്വിവേദി, ത്രിവേദി, വാജ്പേയി, അല്ലേ, ബാനർജി, ചാറ്റർജി എന്നൊക്കെ പേരുകളുണ്ട്. ഇതൊക്കെ ടൈറ്റിൽസ് ആണ്, സബ് ടൈറ്റിൽസ് ആണ് അവരുടെ.
വാസ്തവത്തിൽ അതെന്താണ്? അവരുടെ പൂർവികര് ചതുർവേദികളായിരുന്നു. 4 വേദവും പഠിച്ച് പിന്തുടരുന്ന ആളുകളായിരുന്നു. 3 വേദം പഠിച്ചവർ ത്രിവേദികള്, 2 വേദം പഠിച്ച കുടുംബം ദ്വിവേദികള്. ഇപ്പോഴുള്ളവരോട് ഒരു വേദത്തിൽ ഒരു മന്ത്രം ചൊല്ലാൻ പറഞ്ഞ ബെബെബേ എന്ന് പറയും. അവർക്ക് എന്ത് ദ്വിവേദി, എന്ത് ത്രിവേദി, എന്ത് ചാറ്റർജി, എന്ത് ചതുർവേദി. അപ്പൊ പേര് പൊന്നമ്മാള്, കഴുത്തില് വാഴനാര് എന്ന് പറയും നമ്മുടെ പാലക്കാട്. പേര് പൊന്നമ്മാള്, കഴുത്തില് വാഴനാര് എന്ന്. അതങ്ങനെ വാലായിട്ട് അവര് കൊണ്ടു നടക്കുന്നു. അതുപോലെയുള്ള ഇപ്പൊ ഈ നായര്, മേനോൻ, പിള്ള, കുറുപ്പ്, നമ്പൂതിരി, ശർമ്മ, വർമ്മ ഒക്കെ അതുപോലെ വാലുകളേ ഉള്ളൂ. ഇതൊക്കെ ഓരോ തൊഴിലിനനുസരിച്ച് അവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചുണ്ടായിരുന്നൊരു സർനെയിമായിരുന്നു. ഡോക്ടർ, വക്കീൽ എന്നൊക്കെ പറയും പോലെ, എഞ്ചിനീയർ എന്നൊക്കെ പറയും പോലെ അവരുടെ പ്രൊഫഷൻ അനുസരിച്ച് നമ്മൾ പറയുന്നില്ലേ? ഇന്നിപ്പോ ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ അധ്യാപകൻ, വക്കീൽ എന്നൊക്കെ പറയും പോലെ പണ്ട് രാജാക്കന്മാരുടെ കീഴില് ഓരോ പദവികൾ വഹിച്ചിരുന്നവരാണ് നായരെന്നും മേനോനെന്നും കുറുപ്പെന്നും പിള്ളയെന്നും ഒക്കെ ഉള്ള ടൈറ്റിലുകൾ. അതൊക്കെ ടൈറ്റിലുകളാണ്, അവർക്ക് കൊടുത്തിരുന്ന സ്ഥാനപ്പേരാണ്. ഇപ്പൊ അതൊന്നും ഉപയോഗിക്കുന്നതിൽ ഒരർത്ഥമില്ല. എന്താ പറയാ, പൊങ്ങച്ചത്തിനോ അതിനൊക്കെ ഉപയോഗിക്കാം. വർമ്മ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് പറഞ്ഞു തന്നിട്ടുണ്ട് പലപ്പോഴും. വർമ്മ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്റെ സബ് ടൈറ്റിലാണ്. അവൻ സമൂഹത്തിന്റെ രക്ഷകനാണ് എന്നാണ് അതിന്റെ അർത്ഥം. വർമ്മ എന്നാൽ കവചം എന്നാണ് അർത്ഥം. അപ്പൊ സമൂഹത്തിന്റെ കവചം ആയി പ്രവർത്തിക്കുന്നവൻ, സമൂഹത്തിന്റെ രക്ഷകനായിരിക്കുന്നവൻ, ധർമ്മത്തിന്റെ രക്ഷകനായിരിക്കുന്നവൻ വർമ്മ. ഇപ്പോഴുള്ള നമ്മുടെ രാജകുടുംബങ്ങളുണ്ട്. തൃപ്പൂണിത്തുറ കൊച്ചി രാജകുടുംബവും തിരുവിതാംകൂർ രാജകുടുംബവും അതുപോലെ കൊടുങ്ങല്ലൂരും പൂഞ്ഞാറും ഒക്കെ വർമ്മകളുണ്ട്. ഒക്കെ പേരിനേ ഉള്ളൂ വർമ്മ. വർമ്മയുടെ ഒരു ധർമ്മവും അവർക്കില്ല. ആരടാന്ന് ചോദിച്ചാൽ പേടിച്ചോടും ഒരു പാവങ്ങള്. നല്ല ശാപ്പാടും അടിച്ച് സുഖിച്ചിരിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ആയുധം എടുത്തൊന്ന് പയറ്റാൻ പറഞ്ഞാൽ നടുവുളുക്കും അവരുടെ. അത്രേ ഉള്ളൂ. അല്ലാതെ വർമ്മ എന്നുള്ള പേരിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല ഉപയോഗിക്കുന്നത്. ശർമ്മ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് കൊടുക്കുന്ന സബ് ടൈറ്റിലാണ്. ആരാണ് ബ്രാഹ്മണൻ? എല്ലാവർക്കും സുഖം കൊടുക്കുന്നവൻ, സ്വയം സുഖം അനുഭവിക്കുന്നവൻ, എപ്പോഴും ആനന്ദമായിരിക്കുന്നവൻ, അവനാണ് ശർമ്മ. ശർമ്മയുടെ ലക്ഷണം ആനന്ദമാണ്. നാനു ശോചന്തി പണ്ഡിതാഹ. ഗീത പഠിക്കുമ്പോ ആ പണ്ഡിത ശബ്ദത്തിന്റെ അർത്ഥമാണ് ശർമ്മ. അവന് ദുഃഖമില്ല, അവൻ സുഖമായിരിക്കുന്നു, അവൻ മറ്റുള്ളവർക്കും സുഖം കൊടുക്കുന്നു, അവനാണ് ശർമ്മ. അതുപോലെയാണ് മേനവനും നായരും പിള്ളയും കുറുപ്പും നമ്പ്യാരും ഭട്ടതിരിയും നമ്പൂതിരിയും ഒക്കെ. അതുപോലെയുള്ളൂ അഗ്നിഹോത്രിയും, അതുപോലെയുള്ളൂ വാജ്പേയിയും. നമ്മുടെ പാവം വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹം ഒരു വാജപേയി യാഗം ചെയ്തിട്ടുണ്ടോ? വാജപേയി യാഗം ചെയ്ത മുത്തശ്ശന്മാരുടെ കുടുംബത്തിൽ പിറന്നു. എൻ്റെ ഉപ്പാപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു. അതാ വന്നു വർമാജി. പറയുന്നത് മനസ്സിലാക്കുക. അപ്പോ എല്ലാവരുടെയും താല്പര്യം മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ ഇതെല്ലാം കളയേണ്ട കാലമാണ്. ഈ പറഞ്ഞ വാലുകളൊക്കെ മുറിച്ച് കളയണം. മനുഷ്യരായിട്ട് ഐഡന്റിറ്റിക്ക് വേണ്ടി ഒരു പേര് കൊണ്ട് നടക്കാം. എല്ലാവരെയും പരസ്പരം തിരിച്ചറിയാനായിട്ട് പേര് മതി നമുക്ക്. വാലൊന്നും ആവശ്യമില്ല. വാല് ഉണ്ടെങ്കിൽ ആ വാലിനനുസരിച്ച് യോഗ്യത ഉണ്ടാവണം. ആ വാല് എന്താണ് സൂചിപ്പിക്കുന്നത്, ആ യോഗ്യത ഉണ്ടാവണം എന്നറിയാം. ശങ്കരാചാര്യ തന്നെ പറയുമതൊക്കെ. രാജാഹമിതി ശബ്ദാന്നോ രാജാഭവിതും അർഹതി. ഞാൻ രാജാവാണെന്ന് വെറുതെ ശബ്ദിച്ചതുകൊണ്ട്, പേരിൽ രാജ എന്ന് ചേർത്തിയത് കൊണ്ട് ഒരാൾ രാജാവൊന്നും ആകില്ല.
ആ രാജാവാകണമെങ്കിൽ ശത്രുക്കളെ സംഹരിക്കുകയും ഭൂമിയെ വെട്ടിപ്പിടിച്ച് തന്റെ സാമ്രാജ്യം വികസിപ്പിക്കുകയും ചെയ്യണം. അകൃത്വ ശത്രു സംഹാരം അഭൂത്വ അഖില ഭൂശ്രിയം രാജാഹമിതി ശബ്ദാൻ നോ രാജാ ഭവിതുമർഹസി. വെറുതെ ഞാൻ രാജാവാണെന്ന് പറഞ്ഞാൽ രാജാവൊന്നും ആകാൻ പോണില്ല. ഒരു ഭീരു, ആരെങ്കിലും കണ്ടാ പേടിച്ചോടുന്ന ഭീരുവിനെ എങ്ങനെ രാജാവെന്ന് വിളിക്കാൻ? അതുകൊണ്ട് പാവങ്ങൾ അവരുടെ മുത്തശ്ശന്മാരുടെ പേരുകൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഉപയോഗിക്കട്ടെ പാവങ്ങള്, ഒരാശ്വാസം കിട്ടട്ടെ അങ്ങനെയെങ്കിലും. അപ്പൊ നമ്മുടെ സർക്കാർ ലെവലിലാണ് ഇതൊക്കെ മാറ്റേണ്ടത്. നമ്മുടെ സർക്കാരാണ് ഈ ജാതി കോളങ്ങളൊക്കെ ചോദിക്കാതെ ആവേണ്ടത്. എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അതൊക്കെ വെട്ടിക്കളയേണ്ടത്. സർക്കാരിന് ഒരാൾ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഒന്നും അറിയേണ്ട കാര്യം കൂടി ഇല്ല. മനുഷ്യനാണോ എന്ന് അറിഞ്ഞാൽ മതി. അതിനനുസരിച്ച് വേണം പദ്ധതികൾ ആവിഷ്കരിക്കാൻ. ഇത് കുറെ കാലമായി ഈ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് നടക്കണു. രാഷ്ട്രീയക്കാരുടെ കള്ളത്തരങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മളും അതിനനുസരിച്ച് പേരുകളുടെ വാലും കൊണ്ട് നടക്കണു. ശരി, അതൊക്കെ പോട്ടെ, നമ്മളിപ്പോ അതല്ല നമ്മുടെ വിഷയം. അപ്പോ ഈ പറഞ്ഞ വാജ്പേയി ആണെങ്കിലും ചതുർവേദി ആണെങ്കിലും ദ്വിവേദി ആണെങ്കിലും ഒക്കെ ഇപ്പോഴുള്ള ആളുകളില് അതൊന്നുമില്ല. അവർക്ക് വേദമില്ല. അവർക്ക് ആകെ പറയാവുന്നത് വേദം എന്ന് പോലും പറയാൻ അറിയില്ല. അവർക്ക് ഭേദം എന്നാ പറയുക. അവര് ബംഗാളിൽ ചെന്നാ വേദമില്ല, ഭേദം എന്നേ പറയുള്ളൂ. അവര് ചതുർഭേദി എന്നേ പറയുള്ളൂ. ത്രിഭേദി, ദ്വിഭേദി, ഭേദം. അവർക്ക് വായില്ല. അത് തന്നെ വരേണ്ടത്. ഏക സിവിൽ കോഡ്. ആകെ സിവിലിയൻസേ ഉള്ളൂ, ഇവിടെ മനുഷ്യരേ ഉള്ളൂ. എല്ലാവർക്കും തുല്യ റൈറ്റ്, തുല്യ ഉത്തരവാദിത്വം. എല്ലാവരും മനുഷ്യർ, എല്ലാവർക്കും തുല്യ എന്താ പറയാ അവകാശം, തുല്യ അവസരം. എല്ലാവർക്കും ഒരേപോലെ അവസരം. മെറിറ്റിനനുസരിച്ച് മാത്രം സ്ഥാനമാനങ്ങൾ. അപ്പോഴേ രാജ്യം പുരോഗതിയിൽ പോകുള്ളൂ. ഈ സംവരണം എത്ര കാലം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കണോ ഈ രാജ്യം നന്നാവാനേ പോണില്ല. ഇവിടെ അഭിവൃദ്ധിയെ ഉണ്ടാവാൻ പോകുന്നില്ല. ഇവിടെ അസ്വസ്ഥതകളെ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ഈ സംവരണം നീക്കണം, മതിയാക്കണം. ശരി. പൃതോസ്തു നപ്ത പൃഥുധർമ്മ കർമ്മടഃ പ്രാചീന ബർഹിർ യുവതൗ സദദ്രുതൗ പ്രചേതസോ നാമ സുചേതസസുതാൻ അജീജനത്വൽ കരുണാങ്കുരാനിവ. ഇപ്പൊ പ്രാചീന ബർഹിസ് തന്റെ യുവതിയായ ശതദ്രുതിയിൽ, യുവതൗ ശതദ്രുതൗ, യുവതിയായ ശതദ്രുതി എന്ന ഭാര്യയിൽ പ്രചേതസഹ നാമ സുചേതസഹ സുതാൻ അജീജനത്. അജീജനത്, അജീജനത് എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചു. ആരെ ജനിപ്പിച്ചു? പ്രചേതസഹ നാമ സുചേതസഹ സുതാൻ. സുചേതസ്സുകളായ നല്ല സൽബുദ്ധികളായ മക്കളെ അദ്ദേഹം ജനിപ്പിച്ചു. പ്രചേതസ്സുകൾ എന്ന പേരുള്ള മക്കളെ ജനിപ്പിച്ചു. അതിനെക്കുറിച്ച് മേൽപ്പത്തൂർ പറഞ്ഞു, ത്വൽ കരുണാങ്കുരാനിവ. അങ്ങയുടെ കരുണ അങ്കുരം ചെയ്തതുപോലെ, മുള പൊട്ടിയതുപോലെ. ഗുരുവായൂരപ്പ, അങ്ങയുടെ കരുണയുടെ മൂർത്തീഭാവങ്ങൾ മുളച്ചു വരും പോലെ അത്രയും നല്ല കുട്ടികളായിരുന്നു ആ പ്രചേതസ്സുകൾ. സൽപുത്രന്മാരായിരുന്നു അവര്, നല്ല ചേതസ് അവരുടെ. അപ്പൊ അച്ഛനെ പോലെ വാസനാസമ്പന്നനായിരുന്നില്ല, ശുദ്ധ ഹൃദയന്മാരായിരുന്നു. അവരുടെ കഥ തുടരുകയാണ് രണ്ടാമത്തെ ശ്ലോകത്തില്. പിതൃശിശ്രിക്ഷാനിരതസ്യ ശാസനാത് ഭവത്തപസ്യാവിരതാ ദശാഭിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്ദദൃശുർ മനോഹരം. പിതൃശിശ്രിക്ഷാനിരതസ്യ ശാസനാത് ഭവത്തപസ്യാവിരതാ ദശാഭിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്ദദൃശുർ മനോഹരം. പിതുഃ ശിശുക്ഷാനിരതസ്യ
ശാസനാത്. ഇവിടെ പറയണു പിതുഹു. പിതുഹു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ. ഷഷ്ടി, പിതാ ശബ്ദത്തിന്റെ ഷഷ്ടിയാണ് പിതുഹു, പിതാവിൻ്റെ. അയാൾ ആരാണ്? അയാൾ എന്താ ചെയ്തത് ഇവിടെ? ശുശ്രൂഷാനിരതസ്യ പിതുഹു. എപ്പോഴും ശുശ്രൂഷയിൽ നിരതനായിരുന്നവൻ. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സർജന ഇച്ഛ, സ്രഷ്ടും ഇച്ഛാ ശുശ്രൂഷ. അപ്പൊ സൃഷ്ടിയിൽ തൽപരനായിരുന്നവൻ ശുശ്രൂഷാനിരതൻ. ഇദ്ദേഹം പ്രാചീന ബർഹിസ് സന്തതികളെ ജനിപ്പിക്കലും അതുപോലെയുള്ള ലൗകിക ജീവിത കാര്യങ്ങളിലും ദാമ്പത്യാദികളിലും കുടുംബജീവിതത്തിലും യാഗയജ്ഞങ്ങളിലും സ്വർഗാദി മോഹങ്ങളിലും മുഴുകി കഴിഞ്ഞിരുന്നു. ലൗകികനായിരുന്നു. അതാണ് ശുശ്രൂഷാനിരതസ്യ പിതുഹു ശാസനാത്. ആ പിതാവിന്റെ ശാസന ഹേതുവായിട്ട്. അപ്പോ ഈ അച്ഛൻ പ്രാചീന ബർഹിസ് മക്കളെയെല്ലാം വിളിച്ച് പറഞ്ഞു, മക്കളെ നിങ്ങളും എന്നെ പോലെ ആവിൻ, എന്നെ കണ്ടു പഠിക്കിൻ, എന്നെ പോലെ ഇതാ വിവാഹമൊക്കെ കഴിച്ച് സന്തതികളെ ജനിപ്പിച്ച് ഇതുപോലെ എന്നെ പോലെ കർമ്മങ്ങളൊക്കെ ചെയ്ത് നിങ്ങളും കർമ്മടന്മാരായി കഴിയൻ എന്ന് അച്ഛൻ മക്കളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ മക്കൾ എന്തു പറഞ്ഞു? അച്ഛാ, ഞങ്ങൾ അച്ഛനെ പോലെ ആയിക്കോളാം. ആദ്യം ഞങ്ങള് ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം മേടിച്ചിട്ട് വരാം. ഭഗവാന്റെ അനുഗ്രഹം മേടിച്ചിട്ട് വന്നിട്ട് അച്ഛനെ പോലെ ഗൃഹസ്ഥനായി ഞങ്ങൾ വിവാഹം ചെയ്ത് അല്ലെങ്കിൽ സന്തതികളെയൊക്കെ ജനിപ്പിച്ച് അവനവന്റെ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് പ്രജകളെ സൃഷ്ടിച്ചൊക്കെ ജീവിക്കാം. ആദ്യം ഞങ്ങള് ഗുരുവായൂരപ്പനെ ഭജിച്ചിട്ട് വരട്ടെ. അപ്പൊ ഗുരുവായൂരപ്പനൊന്നും ആയിട്ടില്ല കേട്ടോ. ഗുരുവായൂരപ്പനും ഈ കഥയ്ക്ക് നല്ല ബന്ധമുണ്ട്. കാരണം ഈ പ്രചേതസ്സുകളുടെ തപസ് നടക്കുന്ന സ്ഥലമാണ് ഇന്നത്തെ ഗുരുവായൂർ. അത് അവിടേക്ക് വരാം നമ്മള്. അപ്പോ ഇങ്ങനെ ഈ പ്രചേതസ്സുകൾ അച്ഛനോട് തൽക്കാലം യാത്ര പറഞ്ഞ് 10 പേരാണ് അവര്. 10 പേരും ഒരേ സ്വഭാവമായതുകൊണ്ടാണ് അവർക്ക് ഒരേ പേരിട്ടത്, പ്രചേതസ്സുകൾ എന്നൊന്നിച്ച് വിളിക്കുന്നത്. ഓരോരുത്തർക്കും തനിത്തനിയെ പേരൊക്കെ ഉണ്ടാവും. അച്ഛനറിയാം, അമ്മയ്ക്കറിയാം, നാട്ടുകാർക്കറിയാം. പക്ഷെ കഥയിലേക്ക് വന്നപ്പോ വ്യാസൻ അവരെ പ്രചേതസ്സുകൾ എന്ന് വിളിച്ചു. അങ്ങനെയുള്ള 10 പേര് അവര് ഭവത് തപസ്യാ അഭിരത ദശാഭിതേ തേ ദശ അഭി. അവർ 10 പേരും ഭവൽ തപസ്യാ അഭിരത, അങ്ങയുടെ തപസ്സിൽ അഭിരമിക്കുന്നവരായിരുന്നു, അങ്ങയുടെ തപസ്സിൽ തൽപരരായിരുന്നു. എന്നിട്ടോ അവര് ഭഗവാനെ തപസ് ചെയ്യുവാനായിക്കൊണ്ട് പയോനിധിം പശ്ചിമം ഏത്യ, പശ്ചിമം പയോനിധിം ഏത്യ, പടിഞ്ഞാറേ സമുദ്രതീരത്ത് എത്തിയിട്ട് തത്തടേ അതിന്റെ അടുത്തായിട്ട് സരോവരം സന്ദദൃശുഹു മനോഹരം, മനോഹരമായിട്ടുള്ളൊരു സരോവരത്തെ അവർ സന്ദർശിച്ചു, അവർ കണ്ടു. അപ്പൊ അതിമനോഹരമായിട്ടൊരു സരസ്, ഒരു ജലാശയം അവർ കണ്ടു. സമുദ്ര തീരത്ത്, സമുദ്രത്തിലല്ല, മറ്റേ കരയ്ക്ക് അകത്ത് ഒരു നല്ലൊരു സരസ് അവർ കണ്ടു. ഒരു ജലാശയം, താമര പൊയ്ക, അത് കണ്ടു. സന്ദദൃശുഹു സന്ദർശിച്ചു, മനോഹരമായിട്ടുള്ളത്. എന്നിട്ടോ പിന്നെന്ത് ചെയ്തു? അത് ആരുടെ തീർത്ഥമാണ്? അത് ആരാ അവിടെ ഉണ്ടായിരുന്നത്? അതൊക്കെ പറയാൻ പോകണം. തദാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവൽ സേവകദർശനാദൃതഃ പ്രകാശമാസാദ്യ പുരഃ പ്രചേതസാം ഉപാദിശത് ഭക്തതമസ്തവസ്തവം. തദാ ഭവത്തീർത്ഥമിദം സമാഗതോ ഭവോ ഭവൽ സേവകദർശനാദൃതഃ പ്രകാശമാസാദ്യ പുരഃ പ്രചേതസാം ഉപാദിശത് ഭക്തതമസ്തവസ്തവം. തദാ അപ്പോൾ ഭവത്തീർത്ഥം ഇദം സമാഗതഃ ഭവഃ ഭവൽ സേവകദർശനാദൃതഃ. തഥാ അപ്പോൾ, അപ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോൾ? പ്രചേതസ്സുകൾ ഈ സരോവരത്തിലെത്തിയപ്പോൾ ഇതം ഭവത്തീർത്ഥം സമാഗതഃ, ഈ ഭവത്തീർത്ഥത്തിലേക്ക് സമാഗതനായി ആര്? ഭവഃ. ഭവഃ എന്ന് പറഞ്ഞാൽ രുദ്രഃ മഹാദേവഃ. ഭവൽ സേവക ദർശനാദൃതഃ, അങ്ങയുടെ സേവകന്മാരായ ഈ പ്രചേതസ്സുകളെ
ദർശിക്കുവാനുള്ള ആദരവോടുകൂടി, കാണുവാനുള്ള ബഹുമാനപൂർവം. അപ്പൊ പ്രചേതസ്സുകളെ കാണാനുള്ള താല്പര്യപൂർവം മഹാദേവൻ അവിടെ വന്നു ചേർന്നു എന്നാ പറയണത്. എവിടെ? ഈ തീർത്ഥത്തിന്റെ സവിധം. അപ്പൊ ഈ തീർത്ഥം ഏത് തീർത്ഥം? ഈ തീർത്ഥത്തിന്റെ പേരാണ് പിന്നീട് രുദ്രതീർത്ഥം എന്നായി തീരുന്നത്. ഏതാ ഈ രുദ്രതീർത്ഥം? നമ്മുടെ ഗുരുവായൂരുള്ള ഇപ്പോഴുള്ള കുളത്തിന്റെ സ്ഥാനം തന്നെ. നമ്മുടെ ഗുരുവായൂരപ്പന്റെ ഇപ്പോഴുള്ള തീർത്ഥക്കുളം അതിന്റെ ആ സ്ഥാനം തന്നെയാണ്. ഇതിലും വലുതായിരുന്നിരിക്കുമെന്ന്, വലിയൊരു സരോവരമായിരുന്നിരിക്കും. പിന്നീട് കാലം കൊണ്ട് അതൊക്കെ തൂർത്ത് വന്ന് ഇപ്പോ നിൽക്കുന്ന രൂപത്തിലാക്കിയെടുത്തു. അന്ന് ഗുരുവായൂർ ക്ഷേത്രവുമില്ല. ഗുരുവായൂർ ക്ഷേത്രം കലിയുഗത്തിലുണ്ടായതാണ്. ദ്വാപരയുഗത്തിന്റെ അവസാനം ആ പ്രളയം അല്ലേ, ദ്വാരക വെള്ളത്തിലായപ്പോൾ അവിടുന്ന് പൊങ്ങി വന്നതായിട്ടുള്ള വിഗ്രഹം ഗുരുവും വായുവും കൂടി എടുത്തുകൊണ്ടുവന്ന് ഇവിടെ വന്ന് പ്രതിഷ്ഠിച്ചു എന്നുള്ളത് കൊണ്ടാണല്ലോ ഗുരുവായൂരായത്. അപ്പൊ ഇത് 5000 വർഷം മുമ്പുള്ള കഥയല്ല. പ്രചേതസ്സുകളുടെ കഥ ഈ സ്വയംഭുവ മന്വന്തരത്തിന്റെ അവസാന കാലമുള്ള കഥയാണ്. അത് കഴിഞ്ഞ് 6 മന്വന്തരങ്ങൾ കഴിഞ്ഞു. ആറ് മന്വന്തരങ്ങൾ കഴിഞ്ഞു, 27 ചതുർയുഗങ്ങൾ കഴിഞ്ഞു, പിന്നെ ഒരു 3 യുഗവും കഴിഞ്ഞു. അതിലെ ദ്വാപരയുഗം കഴിഞ്ഞപ്പോഴാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ഗുരുവായൂരപ്പന്റെ ആ സ്ഥാനം പടിഞ്ഞാറേ കടല്, അറബിക്കടല് അല്ലേ, നമ്മളെ ഗുരുവായൂരിന് അപ്പുറത്തേക്ക് പോയാൽ ചാവക്കാട് കടൽപ്പുറമായി. ആ കടലിന്റെ തീരത്താണ് അവർ വന്നത്. ഈ പത്മതീർത്ഥം അല്ലെങ്കിൽ രുദ്രതീർത്ഥം എന്ന് പറയുന്ന ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്കാണ്. അന്ന് ഗുരുവായൂരപ്പൻ ഇല്ല. അന്ന് അവിടെ പ്രത്യക്ഷനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് പിന്നീട് മമ്മിയൂരപ്പനായത്. മഹാദേവനാണ് ഇവർക്ക് ദർശനം കൊടുത്തത്, ഉപദേശം കൊടുത്തത്. ദക്ഷിണാമൂർത്തി ഭഗവാൻ സദാശിവൻ, അദ്ദേഹമാണ് പിന്നീട് അവിടെ സാന്നിധ്യം ചെയ്തത്. അദ്ദേഹം പിന്നീട് ഒഴിഞ്ഞു കൊടുത്തതാണ് മമ്മിയൂരിലേക്ക്. അതൊക്കെ അറിയാലോ നമുക്ക്. ഇപ്പൊ ഗുരുവായൂരപ്പനിരിക്കുന്ന സ്ഥാനത്ത് ആരുണ്ടായിരുന്നു? മഹാദേവൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ മഹാദേവനെ കണ്ട സ്ഥലം, ആ മഹാദേവനെ പ്രചേതസ്സുകൾ കണ്ട സ്ഥലമാണ് ഇന്നത്തെ ഗുരുവായൂർ. അതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പ്രചേതസ്സുകളുടെ കഥ പറയാതിരിക്കാനാവില്ല. ആർക്ക്? മേൽപ്പത്തൂരിന്. ആ പ്രചേതസ്സുകളുടെ മഹിമ പറയാതിരിക്കാനാവില്ല. പ്രചേതസ്സുകളും ഗുരുവായൂരും തമ്മിലുള്ള ബന്ധം, ഗുരുവായൂരപ്പനുമായിട്ടുള്ള ബന്ധം. അപ്പൊ പടിഞ്ഞാറേ കടൽ തീരത്ത് ഈ പറഞ്ഞ ഗുരുവായൂരാണ് അന്ന് മഹാദേവനെ ആദ്യം ദർശിച്ചത്. ആ മഹാദേവൻ ഇവരെ കാണാൻ വന്നു. ഇവർക്ക് ഗുരുവായൂരപ്പനെ ഭജിക്കുവാനുള്ള അഥവാ വിഷ്ണുവിനെ ഭജിക്കുവാനുള്ള മന്ത്രം ഉപദേശിച്ചു. വലിയൊരു സ്തോത്രം. രുദ്രഗീതം എന്നാണ് അതിന് പേര്. രുദ്രഗീതം എന്ന് പറഞ്ഞാല് വേദത്തിലെ ശ്രീരുദ്രവുമായിട്ട് ബന്ധമില്ല. രുദ്രനാൽ ഗാനം ചെയ്യപ്പെട്ടത് രുദ്രഗീതം. ആരെക്കുറിച്ചാണ് ഗാനം ചെയ്തത്? ഭഗവാൻ വിഷ്ണുവിനെ കുറിച്ച്. അപ്പൊ വിഷ്ണുവിനെ സ്തുതിച്ച് രുദ്രൻ ഒരു സ്തോത്രം ഉപദേശിച്ചു കൊടുത്തു പ്രചേതസ്സുകൾക്ക്. അതാണ് രുദ്രഗീതം. ശ്രീമദ് ഭാഗവതത്തില് 4th സ്കന്ധത്തില് 24-ലോ 25-ലോ വരുന്നത്. ൽ തന്നെ. ശ്രീമദ് ഭാഗവതം 4th സ്കന്ധം 24-ാം അധ്യായത്തില് ശ്രീ രുദ്ര ഉവാച എന്ന് പറഞ്ഞ് 33 മുതൽക്കുള്ള ശ്ലോകങ്ങളിൽ ഉപദേശിക്കുന്നുണ്ട്. വളരെ വലിയൊരു സ്തോത്രമാണ്. 79-ാം ശ്ലോകം വരയ്ക്കും, 33 മുതൽ 77 വരെ 46-47ഓളം ശ്ലോകങ്ങളെ കൊണ്ട് അതിമനോഹരമായിട്ടുള്ള രുദ്രഗീതം.
ശ്രീരുദ്ര ഉവാച ജിതം ത ആത്മവിദ്ദുര്യ സ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവതാരാധസാരാബ്ദം സർവസ്മാത്മനേ നമഃ. നമഃ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോജിഷേ സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായ അന്ധകായ ച നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനെ. നമോ നമോ നിരുദ്ധായ ഹൃഷീകേശേന്ദ്രിയാത്മനെ. നമഃ പരമഹംസായ പൂർണായ നിഭൃതാത്മനെ. സ്വർഗാപവർഗദ്വാരായ നിത്യം ശുചിഷതേ നമഃ. നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തന്തവേ. നമ ഊർജ ഇഷേത്രയ്യാഹ പതയേ യജ്ഞരേതസേ തൃപ്തിദായ ച ജീവാനാം. നമഃ സർവരസാത്മനെ സർവസത്വാത്മദേഹായ വിശേഷായ സ്തവീയസേ. നമസ്ത്രൈലോക്യപാലായ സഹ ഓജോബലായ ച അർത്ഥലിംഗായ നഭസേ. നമോന്തർബഹിരാത്മനെ. നമഃ പുണ്യായ ലോകായ അമുഷ്മൈ ഭൂരിവർച്ചസേ പ്രവൃത്തായ നിവൃത്തായ പിതൃദേവായ കർമ്മണേ. നമോ അധർമ്മ വിഭാഗായ മൃത്യവേ ദുഃഖദായ ച നമസ്ത ആശിഷാമീശ മനവേ കാരണാത്മനെ. നമോ ധർമായ ബൃഹദേ കൃഷ്ണായ കുണ്ഡമേധസേ പുരുഷായ പുരാണായ സാംഖ്യയോഗേശ്വരായ ച ശക്തിത്രയ സമേതായ മീഡുഷേ അഹങ്കൃതാത്മനെ. ചേത ആകൂതിരൂപായ നമോ വാചോ വിഭൂതയേ ദർശനം നോദിദൃക്ഷൂണാം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയ ഗുണാഞ്ജനം. ഇങ്ങനെ പോകുന്നു. ഞാനൊരു 10-11 ശ്ലോകമേ ചൊല്ലിയുള്ളൂ. 46-47 ശ്ലോകങ്ങളെ കൊണ്ടുള്ള ഗംഭീരമായിട്ടുള്ള വിഷ്ണുസ്തുതിയാണ്. രുദ്രനാൽ ഉപദേശിക്കപ്പെട്ട വിഷ്ണുസ്തുതി, രുദ്രനാൽ ഗാനം ചെയ്യപ്പെട്ടത് കൊണ്ട് രുദ്രഗീതം എന്നതിന് പേര്. അപ്പൊ അങ്ങനെ ഭഗവാൻ മഹാദേവൻ അവർക്ക് പ്രത്യക്ഷമാവുകയും രുദ്രഗീതം ഉപദേശിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞത്. തഥാ ഭവത്തീർത്ഥമിതം സഭാഗതോ ഭവോ ഭവൽ സേവക ദർശനാദൃത. അങ്ങയുടെ സേവകന്മാരായ പ്രചേതസ്സുകളെ കാണുവാൻ കൊതിയോടുകൂടെ മഹാദേവൻ അവിടെ വന്നു ചേർന്നു. എന്നിട്ടോ പ്രകാശമാസാദ്യ പുരഃ പ്രചേതസാം. പ്രചേതസാം പുരഃ പ്രകാശം ആസാദ്യ. പ്രചേതസ്സുകളുടെ മുമ്പിൽ സ്വയം പ്രകാശത്തെ പ്രാപിച്ചിട്ട് പ്രത്യക്ഷനായിട്ട് ഉപാദിശത് ഭക്തതമഃ തവ സ്തവം. ഉപാദിശത് ഉപദേശിച്ചു. ഭക്തതമഃ. ആരാ ഭക്തതമൻ? ഭഗവാന്റെ ഭക്തതമൻ ഒന്നാമൻ വിഷ്ണു എന്താ പറയുക, വൈഷ്ണവന്മാരിൽ ഏറ്റവും മുമ്പൻ ശംഭുവാണ്. ശിവനാണ് ഏറ്റവും വലിയ വിഷ്ണു ഭക്തൻ. ഏറ്റവും വലിയ ശിവഭക്തനാരാ എന്ന് ചോദിച്ചാൽ വിഷ്ണുവാണ്. പരസ്പരം അവരങ്ങനെയാണ് അല്ലേ? വിഷ്ണു ആ ശ്രീ പത്മനാഭൻ കിടന്നുകൊണ്ട് ഒരു കൈകൊണ്ട്, വലത്തെ കൈകൊണ്ട് ശിവലിംഗത്തിൽ അർച്ചന ചെയ്തുകൊണ്ടാ കിടക്കുന്നത്. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമിയെ നോക്കിൻ പോയിട്ട് വൈകുണ്ഠ മൂർത്തിയുടെ ആ ഫോട്ടോകൾ ശ്രദ്ധിക്കും. ആ ഭഗവാൻ കിടക്കുന്നുണ്ടെങ്കിലും ആ കൈകളിൽ നിന്ന് വില്വതളം അർച്ചിക്കുന്നുണ്ട് താഴെയുള്ള ഒരു ലിംഗത്തിലേക്ക്. അപ്പൊ ശിവനെ അർച്ചിച്ചുകൊണ്ടാ വിഷ്ണു കിടക്കുന്നത്. ശിവനോ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ എന്നെപ്പോഴും രാമനാമവും വിഷ്ണുനാമവും ചൊല്ലിക്കൊണ്ടാണ്. ഇപ്പൊ വൈഷ്ണവാനാം യഥാ ശംഭുഹു. വൈഷ്ണവന്മാരിൽ ശംഭുവാണ് നമ്പർ 1. അപ്പൊ അവർ തമ്മിൽ അങ്ങനെയാണ്. അതുകൊണ്ട് ഭക്തതമനായിട്ടുള്ള മഹാദേവൻ ഉപാദിശത് തവ സ്തവം. തവ അങ്ങയുടെ സ്തവം, സ്തുതിയെ. ഗുരുവായൂരപ്പ അങ്ങയുടെ ഒരു സ്തോത്രത്തെ മഹാദേവൻ ഉപദേശിച്ചു. അപ്പൊ ഗുരുവായൂർ പോയാൽ ചൊല്ലാൻ പറ്റിയ ഒരു ശ്ലോകമാണ്, സ്തോത്രമാണ് രുദ്രഗീതം. മമ്മിയൂരപ്പനും സന്തോഷാവും, കാരണം താൻ ഉപദേശിച്ചതാണ്. ഗുരുവായൂരപ്പനും സന്തോഷാവും. ആ ഗുരുവായൂരപ്പനെ മമ്മിയൂരപ്പൻ സ്തുതിച്ചതും പ്രചേതസ്സുകൾ സ്തുതിച്ചതുമായിട്ടുള്ള സ്തുതിയാണ് അതിമനോഹരമായിട്ടുള്ള രുദ്രഗീതം. അപ്പൊ ഗുരുവായൂരിൽ ചെല്ലുമ്പോൾ ഒഴിവുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഭാഗവതം എടുത്തിട്ട് ഈ രുദ്രഗീതം എന്നുള്ള ഭാഗം, ചതുർത്ഥ സ്കന്ധം 24-ാം അധ്യായം
33 മുതൽക്കുള്ളതായിട്ടുള്ള അവസാനം വരെയുള്ള ശ്ലോകങ്ങൾ അത് ചെയ്യുക. അപ്പൊ ഗുരുവായൂരപ്പന് തൃപ്തിയാവും, സന്തോഷാവും. അങ്ങനെ രുദ്രഗീതം ജപിച്ചുകൊണ്ട് ആ പ്രചേതസ്സുകൾ അവിടെയുള്ള ആ സരസ്സില് 10,000 വർഷം തപസ്സനുഷ്ഠിച്ചു. അതാണ് ആ തീർത്ഥത്തിലാണ് പ്രചേതസ്സുകൾ തന്നെ മുങ്ങിക്കിടന്നുകൊണ്ട് 10,000 വർഷം ഈ സ്തോത്രം ചൊല്ലിക്കൊണ്ട്, ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്ന ഈ സ്തോത്രം ചൊല്ലിക്കൊണ്ട് തപസ്സനുഷ്ഠിച്ചു. അതാണ് 4-ാമത്തെ ശ്ലോകം. സ്തവം ജപന്തസ്തമീ ജലാന്തരേ ഭവന്തമാസേ വിശദായുതം സമാഹ ഭവൽ സുഖാസ്വാദരസാദമീഷുയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രതാം. സ്തവം ജപന്തസ്തമീ ജലാന്തരേ ഭവന്തമാസേ വിശദായുതം സമാഹ ഭവൽ സുഖാസ്വാദരസാദമീഷുയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രതാം. സ്തവം ജപന്തഃ, സ്തവം അമീതം സ്തവം ജപന്തഃ. അമീ എന്ന് പറഞ്ഞാൽ അവർ. ആരാവര്? പ്രചേതസ്സുകൾ. തം സ്തവം, ആ സ്തവത്തെ, ആ രുദ്രഗീതത്തെ, ജപന്തഃ ജപിക്കുന്നവരായിട്ട്, ജലാന്തരേ ഭവന്തം ആസേവിഷത, ഗുരുവായൂരപ്പ അങ്ങയെ സേവിച്ചു. ആസേവിഷത എന്ന് പറഞ്ഞാല് സേവിച്ചു. എത്ര കാലം? അയുതം സമാഹ. അയുതം, അയുതം എന്നാൽ 10,000, സമാഹ സംവത്സരാഹ. അയുതം സമാഹ 10,000 സംവത്സരാഹ ഭവന്തം ആസേവിഷത. അവരങ്ങയെ സേവിച്ചു, അങ്ങയെ വർഷിപ്പ് ചെയ്തു. എങ്ങനെ? തം സ്തവം ജപന്തഃ. എവിടെ? ജലാന്തരെ, ആ വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് ഈ സ്തവം സ്തുതിച്ചുകൊണ്ട് രുദ്രഗീതം പാടിക്കൊണ്ട് 10,000 വർഷം അങ്ങയെ സേവിച്ചു. ഭവൽ സുഖാസ്വാദരസാദ് അമീഷു ഇയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രത. ഇവിടെ മേൽപ്പത്തൂർ ഒരു താരതമ്യം നടത്തുന്നുണ്ട്. ആരുമായിട്ട്? ഈ പ്രചേതസ്സുകളെ ധ്രുവനുമായിട്ടൊരു താരതമ്യം ചെയ്യുകയാണ്. എന്താണ്? ഇവരെന്തിനാണ് ഭഗവാനെ ഭജിച്ചത്? ഇവർ ഭജിച്ചത് ഒന്നിനും വേണ്ടിയിട്ടല്ല. ഇവർക്കൊന്നും വേണ്ടിയിരുന്നില്ല. ഇവർക്ക് ഭഗവാനെ ഭജിക്കാതിരിക്കാനാവുന്നില്ല. അതുകൊണ്ട് വേറെ ഒരു ആഗ്രഹവുമില്ലാതെ, ഒരു കൊതിയുമില്ലാതെ ഭഗവാനെ ഭജിച്ചുകൊണ്ടേയിരുന്നു അവര്. അതിൽ സുഖം കണ്ടെത്തി. അതാണ് ഇവിടെ പറയുന്നത്. ഭവൽ സുഖ ആസ്വാദരസാദ്. ഭവൽ സുഖ ആസ്വാദരസാദ്. അങ്ങയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലാഭം. ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ ലാഭം. ഇനിയിപ്പോ ഗുരുവായൂരപ്പനെ ഇങ്ങോട്ട് കണ്ടു കിട്ടിയിട്ട് ഗുരുവായൂരപ്പന്റെ എന്തെങ്കിലും നക്കാപ്പിച്ച ചോദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്. ആരെ പോലെ? ധ്രുവനെ പോലെ. ധ്രുവന് നക്കാപ്പിച്ച ചോദിക്കാനുണ്ടായിരുന്നു. പ്രചേതസ്സുകൾക്ക് ഒരു നക്കാപ്പിച്ചയും ഭഗവാനിൽ നിന്ന് വേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് യാതൊരു തിരക്കും ഉണ്ടായിരുന്നില്ല. അവർ ഭജിച്ചോണ്ടേയിരുന്നു. ഭഗവാനെ വേഗം വരൂ, വേഗം വരൂ, വേഗം വരൂ എന്ന് അവർ തീവ്രമാക്കിയില്ല. അല്ലെങ്കിൽ ഭഗവാനെ വേഗം വരാൻ ഭഗവാനെ ബുദ്ധിമുട്ടിച്ചില്ല. അവര് ഭഗവാനെ ശ്വാസം മുട്ടിച്ചില്ല. റിലാക്സ്ഡ് ആയിട്ട് ഭഗവാനെ ഭജിക്കൽ മാത്രം ചെയ്തുകൊണ്ടിരുന്നു. ഭഗവാനിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെയുള്ള എന്താ പറയാ, നിസ്പൃഹന്മാരായിരുന്നു അവര്. ഒരു കൊതിയുമില്ലാത്തവർ. അതാണ് ഭവൽ സുഖാസ്വാദ രസാദ് അമീഷു എന്ന് പറഞ്ഞാൽ ഇവരിൽ, ഈ പ്രചേതസ്സുകൾക്ക്, ഇവർക്ക് ഇയാൻ കാലഹ, ഇത്രയും കാലം, ഈ 10,000 വർഷം ധ്രുവവത് ന ശീഘ്രത, ധ്രുവനെ പോലെ ശീഘ്രമായി പോയില്ല. ധ്രുവൻ 6 മാസം കൊണ്ട് ഭഗവാനെ ഞെക്കി പഴുപ്പിച്ചുകൊണ്ട് വരിപ്പിച്ചു. ഭഗവാനെ ശ്വാസം മുട്ടിച്ച് പ്രത്യക്ഷമാക്കി. അതുപോലെ ഇവർക്ക് യാതൊരു ശീഘ്രതയും ഉണ്ടായിരുന്നില്ല. ഭഗവാൻ വന്ന് അനുഗ്രഹിക്കണം എന്നുള്ള
യാതൊരു നിർബന്ധവും അവർക്കുണ്ടായിരുന്നില്ല. ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഭഗവാനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നതും ഭഗവാനെ സ്മരിക്കാൻ കഴിയുന്നതുമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലാതെ ഭഗവാനിൽ നിന്ന് കിട്ടിയിട്ട് എന്തെങ്കിലും വേണ്ട. അതുകൊണ്ട് പ്രചേതസ്സുകൾ ധ്രുവനേക്കാൾ എത്രയോ ഔന്നത്യത്തിലാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് അവർ പ്രചേതസ്സുകൾ, പ്രകർഷേണ സുചേതസ്സുകളാണ് അവര് ധ്രുവനേക്കാൾ എത്രയോ ഉയരത്തിലാണ്. മനസ്സിലാക്കുക. ഭാഗവതം പറഞ്ഞതാണ്, അത് തന്നെ മേൽപ്പത്തൂരും പറഞ്ഞുള്ളൂ. അപ്പൊ പ്രചേതസ്സുകൾ എന്ന് പറയുമ്പോഴേക്കും വലിയ മാറ്റം വന്നു എന്നർത്ഥം. നിസ്പൃഹന്മാരായ, നിസ്സംഗന്മാരായ, നിഷ്കാമന്മാരായിട്ടുള്ള ഭഗവത് ഭക്തന്മാരായിരുന്നു അവര്. സ്തവം ജപന്തസ്തമീജലാന്തരേ ഭവന്തമാസേ വിശതായുതം സമാഹ ഭവൽ സുഖാസ്വാദരസാദമീശ്രിയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രദാ തപോഭിരേഷാം അതിമാത്രവർദ്ധിഭിഃ സയജ്ഞഹിംസാ നിരതോപി പാവിതഃ പിതാപി തേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവതാത്മതാം യയൗ. അപ്പൊ ഇവരിങ്ങനെ 10,000 വർഷം തപസ് തുടർന്നുകൊണ്ടേയിരുന്നു. ഇവരുടെ മുമ്പിൽ ഭഗവാൻ പതുക്കെ വരുന്നുള്ളൂ. കാരണം ഇവർക്ക് തിരക്കില്ലാത്തത് കൊണ്ട്. ഇവര് ഭഗവാനെ വേഗം വരൂ എന്ന് പറഞ്ഞിട്ടില്ല, ഭഗവാനെ നിർബന്ധിച്ചിട്ടില്ല. ഭഗവാൻ വന്നിട്ട് ഭഗവാനെ കണ്ടിട്ട് പോയിട്ട് വേറൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ സുഖമായി ഭഗവാനെ ഭജിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞു. അതുകൊണ്ട് 10,000 സംവത്സരം കഴിഞ്ഞിട്ടാണ് ഇവരുടെ മുമ്പിലേക്ക് ഭഗവാൻ വരുന്നത്. അപ്പൊ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഇവിടെ പ്രാചീന ബർഹിസിന്റെ കഥ പറയുകയാണ് മേൽപ്പത്തൂര്. അവിടെ എന്ത് സംഭവിച്ചു? പ്രാചീന ബർഹിസിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് നാരദ മഹർഷി വരും. പ്രാചീന ബർഹിസ് തിരക്കിലായതുകൊണ്ട് നാരദ മഹർഷിയെ ശ്രദ്ധിച്ചേയില്ല. ഒരിക്കൽ അദ്ദേഹം ഒരു യാഗം കഴിഞ്ഞ് അടുത്ത യാഗത്തിന് ഉള്ള ബ്രേക്കിലായിരുന്നു. ആ സമയത്ത് നാരദ മഹർഷി വന്നു. അദ്ദേഹത്തെ സ്വീകരിച്ചു. നാരദ മഹർഷിയെ പ്രാചീന ബർഹിസ് സ്വീകരിച്ചു. ആ സമയത്ത് ഇദ്ദേഹം നല്ല രീതിയിൽ ഇദ്ദേഹത്തെ ബോധ്യം വരുത്താൻ വേണ്ടി ഒരു പണി ചെയ്തു. പ്രചേതസ്സിനെ നാരദൻ പറഞ്ഞു, അങ്ങേ ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഇത്രയും കാലം ഇത്രയും യാഗങ്ങളൊക്കെ ചെയ്തുല്ലോ, ഇതിൻ്റെയൊക്കെ ഫലം എന്താണെന്ന് അങ്ങൊന്ന് അറിയണ്ടേ, ഒന്ന് ചിന്തിക്കണ്ടേ, ഒരു കണക്കെടുപ്പ് നടത്തണ്ടേ, ഒരു പണിയും എന്നെ സ്പർശിച്ചുകൊണ്ട് അങ്ങോട്ട് പരലോകത്തേക്കൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രാചീന ബർഹിസ് നാരദ മഹർഷിയുടെ അനുഗ്രഹത്തോടുകൂടി അദ്ദേഹത്തിന് പരലോകത്തിലേക്ക് നോക്കാൻ കഴിഞ്ഞു. പരലോകത്തിലേക്ക് നോക്കാൻ കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഇത്രയും കാലം യാഗങ്ങൾ ചെയ്തു കൂട്ടിയതിൻ്റെ ആ യാഗങ്ങളിലൊക്കെ അദ്ദേഹം പല ഹിംസകളും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ജന്തുക്കളെ ബലി കൊടുത്തിട്ടുണ്ട്. ആ ജന്തുക്കളൊക്കെ പരലോകത്ത് കൊമ്പും മൂർച്ചയാക്കി ദംഷ്ട്രകളും കാണിച്ച് കുളമ്പും മാന്തിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തിനാ? ഇങ്ങോട്ട് വാ, കാണിച്ചു തരാ എന്ന് പറഞ്ഞുകൊണ്ട്. ആർക്ക്? ഈ പ്രാചീന ബർഹിസ് അവിടെ എത്തിയിട്ട് വേണം കൊമ്പിൽ കോർക്കാനും പല്ലുകൊണ്ട് കടിച്ചു കീറാനും കുളമ്പ് കൊണ്ട് ചവിട്ടി മെതിക്കാനും എന്നുള്ള മട്ടില് മുക്കറയിട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഓരോ ജന്തുക്കൾ. ഇദ്ദേഹം ബലി കൊടുത്ത ജന്തുക്കൾ, ഇദ്ദേഹം ഉപദ്രവിച്ച ജന്തുക്കൾ. ഇത് കാണിച്ചു കൊടുത്തതോടുകൂടി കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് പ്രാചീന ബർഹിസിന് ഷോക്കടിച്ചതുപോലെയായി. അദ്ദേഹം ഞെട്ടിത്തരിച്ചുപോയി, ഭയപ്പെട്ടു പോയി. ഞാൻ ഇത്രയൊക്കെ യാഗങ്ങൾ ചെയ്തിട്ട് എനിക്ക് ഇതാണോ അവസാനം ഫലം എന്നായി. ആ അല്പം പുണ്യവും കിട്ടും, ഇതും കിട്ടും കൂട്ടത്തില്. ഇതാണ് അങ്ങ് ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഇത് അനുഭവിക്കാനാണ് അങ്ങ് ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണോ അങ്ങയുടെ ജീവിത ലക്ഷ്യം? ഈ പരലോകത്ത് ചെന്ന് അല്പസുഖത്തിന് വേണ്ടി, അല്പസ്വർഗസുഖത്തിന് വേണ്ടി ഇത്രയും ജന്തുക്കളെ ഹിംസിച്ച് അവരുടെ
പ്രതികാരത്തിനായിക്കൊണ്ട് അവരവിടെ കാത്തു നിൽക്കുന്നു. അതൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അങ്ങേക്ക് നരകങ്ങളിലും പോകേണ്ടി വരും. ഏതാ വേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോഴാണ് പ്രാചീന ബർഹിസിന് ബോധോദയം ഉണ്ടായത്. അദ്ദേഹം ഈ കർമ്മട ബുദ്ധിയിൽ നിന്ന് ദ്വിജത്വത്തിലേക്ക് അദ്ദേഹം ഉയരുന്നതും, അദ്ദേഹം മുട്ട പൊട്ടിച്ച് പുറത്തേക്ക് കടന്ന പക്ഷിക്കുഞ്ഞിനെ പോലെ അദ്ദേഹത്തിന് ഈ മൂഢതയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ടായി. അയ്യോ, ഞാൻ എന്താ ചെയ്യേണ്ടത് പറയൂ, ഞാൻ എന്ത് ചെയ്താൽ ഈ ഭീകരമായിട്ടുള്ള പാപങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും, എങ്ങനെ എനിക്ക് രക്ഷപ്പെടാം എന്ന് ചോദിച്ചു. അപ്പോഴാണ് നാരദ മഹർഷി ഇദ്ദേഹത്തോട് നേരെ പറഞ്ഞാൽ കാര്യം മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരോക്ഷമായിട്ടൊരു കഥ പറഞ്ഞു. ആ കഥയുടെ പേരാണ് പുരഞ്ജനോപാഖ്യാനം. നമ്മുടെയൊക്കെ കഥ തന്നെയാണത്. പുരഞ്ജനൻ എന്ന് പറഞ്ഞാല് പുരങ്ങളെ ജനിപ്പിക്കുന്നവർ, പുരങ്ങളെ ജനിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ശരീരങ്ങളെ ജനിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഓരോ ജന്മത്തിലും പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മവാസനകളോടുകൂടി വീണ്ടും 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 പുതിയ പുതിയ ജന്മങ്ങൾക്ക് വിത്ത് പാകുന്നവർ. അങ്ങനെ പുരാൻ ജനയതീതി പുരഞ്ജനഃ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഡരേ ശയനം. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംസാരികളെയാണ് അവിടെ പുരഞ്ജനൻ എന്ന് പറഞ്ഞത്. അപ്പൊ വേറൊരു പുരഞ്ജനനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രാചീന ബർഹിസിന്റെ കഥ തന്നെ പറഞ്ഞു. ഇതുപോലെയാണ് അങ്ങയുടെയും കഥ എന്ന് പറയാൻ വേണ്ടി മറ്റൊരാളുടെ കഥ പറഞ്ഞു. അപ്പൊ മറ്റൊരാളുടെ കഥയാകുമ്പോൾ നമ്മളൊക്കെ കേട്ടിരിക്കും. നമുക്ക് പരദൂഷണം വലിയ ഇഷ്ടമാണ് അല്ലേ? നമുക്ക് മറ്റൊരാളുടെ കഥ പരദൂഷണം പറയുന്നത് കേട്ടാൽ വേറൊരാളെ കുറ്റപ്പെടുത്തുന്നതും ഒരാൾക്ക് പറ്റിയ അബദ്ധങ്ങൾ ആഘോഷിക്കുന്നതിലും നമുക്ക് വലിയ താല്പര്യമാണ്. അപ്പൊ പുരഞ്ജനന്റെ അബദ്ധങ്ങളെ നന്നായി ആസ്വദിച്ചു ആര്? പ്രാചീന ബർഹിസ്. അവസാനം നാരദൻ പല വ്യംഗ്യങ്ങളായിട്ട് ഒരുപാട് സൂചനകൾ കൊടുത്തു. ഇതിൽ പലതും പിടികിട്ടിയില്ല ഈ പ്രാചീന ബർഹിസിന്. അദ്ദേഹം നാരദനോട് ഇതൊക്കെ ഒന്ന് തെളിച്ചു പറയൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ പുരഞ്ജനോപാഖ്യാനത്തിന്റെ താല്പര്യം പറഞ്ഞു കൊടുക്കുന്നത്. പുരഞ്ജനൻ എന്ന് പറഞ്ഞാലേ പ്രാചീന ബർഹിസെ നമ്മളെ പോലെയുള്ള ജീവന്മാരൊക്കെ തന്നെയാ. നമ്മള് പുരഞ്ജനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ വാസനാസമ്പുഷ്ടമായിട്ടുള്ള ബുദ്ധി, ഈ ബുദ്ധിയുമായിട്ട് ചേർന്ന് സംസാരികളായി തീർന്ന് ദേഹാഭിമാനികളായി തീർന്ന് ഈ ലോകത്തിലുള്ള എല്ലാറ്റിലും മമതയെ വർദ്ധിപ്പിച്ചുകൊണ്ട് സുഖഭോഗങ്ങളിൽ രമിച്ചുകൊണ്ട് കാലം കഴിച്ചു കൂട്ടുന്നു, വിഷയ ലംബടന്മാരായിക്കൊണ്ട്. ഇങ്ങനെ ജന്മങ്ങൾ കഴിഞ്ഞു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. പിന്നെയും പിന്നെയും അടുത്ത ജന്മത്തിലും ഇതേ ആളുകളൊക്കെ തന്നെ നമ്മളെ ചുറ്റും വന്നു ചേരുന്നു. അപ്പൊ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കഥയാണ് ഈ പുരഞ്ജനോപാഖ്യാനം. അതിൽ നിന്ന് ആത്മജ്ഞാനം നേടി മോക്ഷം നേടുകയാണ് മനുഷ്യജന്മം, മനുഷ്യ ജീവിത ലക്ഷ്യം. നമ്മളൊക്കെ വൈകുണ്ഠത്തിലേക്ക് പോകേണ്ടവരാണ്, അഥവാ വൈകുണ്ഠമൂർത്തികളാണ്, ഈശ്വര സ്വരൂപികളാണ്, ബ്രഹ്മസ്വരൂപികളാണ്. അതിനു വേണ്ട അറിവാണ് സമ്പാദിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ കർമ്മം ചെയ്ത് വാസനകളെ വർദ്ധിപ്പിക്കുകയല്ല വേണ്ടത് എന്നുള്ള ഉപദേശം കൊടുത്തു. അതാണ് പുരഞ്ജനോപാഖ്യാനം. വളരെ വിസ്തരിച്ചാണ് ഭാഗവതത്തില്. ഇവിടെ ഒന്നും പ്രദർശിതാത്മ ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവദാത്മതാം യയൗ. അതാണ് തപോഭിരേഷാം അതിമാത്ര വൃദ്ധിഭിഹി സ യജ്ഞഹിംസാ നിരതോപി പാവിതഃ പിതാപി തേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവദാത്മതാം യയൗ. ഈ ശ്ലോകം നാളെ ഒന്നുകൂടെ കണ്ടിട്ട് നാളെ തുടരാം പ്രചേതസ്സുകളുടെ കഥ. ഇന്നിപ്പോ സമയം അതിക്രമിച്ചു, നിർത്താം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനാശംസകൾ. വൈകുന്നേരം ഭഗവത്ഗീത 1-ാം അധ്യായം തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും വരിക. ഹരി ഓം. ഹരി ഓം.